യം ശൈവാः സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. അദ്വൈതബോധാബ്ജസഹസ്രരശ്മിഃ ശാന്തേർലതായാഃ കില കൽപ്പവൃക്ഷഃ സംസാരസന്താപവിനാശചന്ദ്രഃ കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. ഹരിഃ ഓം ഹരിഃ ഓം ഹരിഃ. എത്ര പേരിവിടെ ആസീനരായിട്ടുണ്ടോ അവരെല്ലാവരും ഓരോരുത്തരും പങ്കെടുത്തുകൊണ്ട് 3 തവണ ഓങ്കാരം ജപിക്കാം. ഇതിൽ സ്വാമിജിയെ കുണ്ഠിതപ്പെടുത്തരുത്. എല്ലാവരുടെയും ശബ്ദം ഈ സംയുക്ത തപോനുഷ്ഠാനത്തിൽ ഉണ്ടായിരിക്കണം. നിവർന്നിരുന്ന് കണ്ണടച്ച് വായും ഹൃദയവും തുറന്ന് ഓ എന്താ നിങ്ങളുടെ ശബ്ദം പൊന്താത്തത്? ലഹള കൂട്ടിയാൽ പൊന്തില്ലേ? അതുപോലെ പൊന്തട്ടെ അങ്ങോട്ട്. ഓ പോരേ പോരാ. ഇതാ ഓ ഹരിഃ ഓം തത്സ്. ജയഗുരു. യദു ചക്രവർത്തിയും അവധൂതനുമായുള്ള സംവാദം തുടരുകയാണ്. പൃഥിവീ വായുരാകാശം ആപോഗ്നിശ്ചന്ദ്രമാ രവിഃ. ഇങ്ങനെ 24 പേര്, എല്ലാം കൂടി 24. അതിൽ ഭൂമിയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ പറഞ്ഞു. ഇനി വായുവിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണല്ലോ നാം പറയുന്നത്. വായുവിൻ്റെ പ്രകടനം 2 തരത്തിലാണ്. ചലനങ്ങളെല്ലാം ഉണ്ടാക്കി തീർക്കുന്നു, ശ്വാസോച്ഛ്വാസങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നു. അതിസൂക്ഷ്മമായിരിക്കുന്ന സ്പന്ദനങ്ങളും സ്പന്ദനങ്ങളെക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന തരംഗങ്ങളും എല്ലാം രചിക്കുന്നത് പ്രാണനാണ്. ആ പ്രാണവൃത്യൈവ സന്തുഷ്യേൻ മുനിഃ നൈവേന്ദ്രിയപ്രിയൈഃ ജ്ഞാനം യഥാ ന നശ്യേത നാവകീര്യേത വാങ്മനഃ എന്നാണ് ശ്രീകൃഷ്ണൻ ഉദ്ധരിക്കുന്ന ശ്ലോകം. ആ ശ്ലോകത്തോടിൻ്റെ ചുവട് പിടിച്ച് നാം എങ്ങനെയൊക്കെയാണ് നാം ഭക്ഷണം കഴിക്കേണ്ടത്, വിശപ്പിനെ എങ്ങനെ കാണണം എന്നൊക്കെ നാം പറഞ്ഞു വെച്ചു. അതിനുശേഷം ഈ ഇന്ദ്രിയങ്ങളുടെ പ്രീതിക്ക് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ വലിയ ആപത്താണ്. ഈ ആപത്തിനെ പറ്റി എല്ലാവരും മനസ്സിലാക്കണം. ശ്രീമദ് ഭാഗവതത്തിൽ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണല്ലോ എപ്പോഴും പ്രതിപാദിക്കുന്നത്. ഭഗവാനോട് തോന്നേണ്ടതായ സ്നേഹം, ആഭിമുഖ്യം. ഈശ്വരനോട് എത്രത്തോളം നമുക്ക് സ്നേഹമുണ്ടോ അത്രത്തോളം അനീശ്വര ലക്ഷണങ്ങളോടുകൂടിയ ക്ഷണികങ്ങളായ വസ്തുക്കളോട് വൈരാഗ്യവും ഉണ്ടാവണം. ആ വൈരാഗ്യമില്ലെങ്കിൽ ഭക്തി ദൃഢമാവില്ല, വേരൂന്നി പിടിക്കില്ല, ആഴമുണ്ടാവില്ല, അതിന് വേണ്ടത്ര ഉത്തുംഗതയോ ഉത്കർഷമോ ഉണ്ടാവില്ല. അപ്പം എത്ര കണ്ട് വൈരാഗ്യമുണ്ടോ അത്ര കണ്ടാണ് നമുക്ക് ഭക്തിയും വളരുക. ഭക്തിയും വൈരാഗ്യവും ഒരുപോലെ പോകുന്നതാണ്. ഈ ഭക്തിയോടുകൂടി വൈരാഗ്യം ജനിക്കണമെങ്കിലോ ധാരാളം വിവേകവും അറിവും നമുക്കുണ്ടാവണം. ആ അറിവ് ലോകത്തിനെ വിശകലനം ചെയ്ത് മനസ്സിലാക്കുന്നു, ജീവിതത്തെ അപഗ്രഥിച്ച് മനസ്സിലാക്കുന്നു.
ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സംയുക്തത എത്രത്തോളം ആവശ്യമുണ്ട് എന്നെല്ലാം നാം നോക്കി മനസ്സിലാക്കിയിട്ടാണ് ഈ വൈരാഗ്യം വേണ്ടത്ര ഉണ്ടാവുന്നത്. അപ്പോൾ വൈരാഗ്യജനകമായിരിക്കുന്ന ഭാഗവും കൂടിയാണ് ഇതിൽ പലതും. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർന വശമാഗച്ഛേത് തൗ ഹ്യസ്യ പരിബന്ധിനൗ. ഈ ഇന്ദ്രിയങ്ങളുടെ മേൽ എത്രത്തോളം നമുക്ക് നിയന്ത്രണം വേണം, അവയെ മെരുക്കിയെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായി പറയുന്നു. അവിടെ എന്തായിരുന്നു സന്ദർഭം, രംഗം? 18 ദിവസം ചെയ്യാൻ പോകുന്ന പടയാണ്. ആ സമയത്താണ് ഇത് ഉപദേശിക്കുന്നത്. എന്താ ഉപദേശിക്കുന്നത്? ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ. ഓരോ ഇന്ദ്രിയത്തിനും അനുഭവിക്കാനുള്ള പദാർത്ഥങ്ങൾ, ഭൗമ വസ്തുക്കളുണ്ടല്ലോ, അതിൽ ഓരോന്നിൻ്റെയും മുകളിൽ രാഗദ്വേഷവും വ്യവസ്ഥിതവും. രാഗം എന്ന് പറഞ്ഞാൽ അമിതമായിരിക്കുന്ന ആകർഷണം, ദ്വേഷം എന്ന് പറഞ്ഞാലോ അമിതമായിരിക്കുന്ന വെറുപ്പും നീരസവും സഹിക്കുവയ്യായ. ഇങ്ങനെ രാഗം ദ്വേഷം എന്ന് പറയുന്ന തൊപ്പികൾ അണിഞ്ഞവയാണ് ലോകത്തിൽ അനുഭവിക്കാനുള്ള ഇന്ദ്രിയ വസ്തുക്കൾ മുഴുവനും എന്ന് പറയുന്നു. എന്നിട്ട് കൃഷ്ണൻ ശാസിക്കുന്നത് എന്താ? ഒരു ആജ്ഞ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം എന്നുള്ള നിലയ്ക്ക് പ്രസ്താവിക്കുന്നത് എന്താ? തയോർന വശമാഗച്ഛേത്. അവയ്ക്ക് കീഴ്പ്പെട്ടു പോകരുത്, അവയുടെ അടിമയാവരുത്. എന്തിൻ്റെ അടിമ? രാഗദ്വേഷങ്ങളുടെ അടിമ. ഈ രാഗദ്വേഷങ്ങൾ എവിടെയാ? ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനുള്ള പദാർത്ഥങ്ങളിലെല്ലാം. കണ്ണിന് കാണാനുള്ള കാഴ്ചദ്രവ്യങ്ങൾ, ചെവിക്ക് കേൾക്കാനുള്ള പാട്ട്, കൂത്ത് ഇത്യാദികൾ, മൂക്കുകൊണ്ട് വാസനിക്കാൻ, നാവ് കൊണ്ട് രുചിക്കാൻ, ത്വക്ക് കൊണ്ട് സ്പർശിക്കാൻ. അനവധി ആൾക്കാരും ഈ വസ്ത്രം തിരഞ്ഞെടുക്കുന്നത് മിനുസമുള്ളതാണോ നിറമുള്ളതാണോ എന്ന് കണ്ണുകൊണ്ട് നിശ്ചയിക്കുന്നു, മിനുസമുണ്ടോ എന്നുള്ളത് തൊലി കൊണ്ട് നിശ്ചയിക്കുന്നു. അങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനുള്ള പദാർത്ഥങ്ങളിൽ രാഗദ്വേഷങ്ങൾ ധാരാളമുണ്ട്. ആ രാഗദ്വേഷങ്ങൾക്ക് അടിമയായിത്തീരരുത് അർജുന. ഇതാണ് ഭഗവത്ഗീതയുടെ നിർദ്ദേശം. ഒരിക്കലും പാടില്ല. എന്താ കാരണം? തൗ ഹ്യസ്യ പരിബന്ധിനൗ. മനുഷ്യജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുന്ന ആരുണ്ടെങ്കിലും അവരുടെ മാർഗശത്രുക്കളാണ് ഈ രണ്ടെണ്ണം. അവയെ ശത്രുക്കളായി തന്നെ കണക്കാക്കണം. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? നാം നന്നാവണത് അവർക്ക് ഇഷ്ടമില്ല, നമ്മെ എപ്പോഴും ഉപദ്രവിക്കണം, കഷ്ടപ്പെടുത്തണം, കുണ്ടിലിറക്കണം. നിങ്ങളുടെ ശത്രു എന്തെങ്കിലും അപകടം വന്നാൽ നിങ്ങൾക്ക് സ്വാഭാവികമായി തോന്നുന്നതാണ്, കൈകൊട്ടി ചിരിച്ചില്ലെങ്കിലും ഉള്ളിൽ നല്ല രസം തോന്നും. അപ്പം നമ്മെ തട്ടിത്താഴത്തിടാൻ വേണ്ടി പരിശ്രമിക്കുന്നതാണ് ഈ രാഗദ്വേഷങ്ങൾ. അങ്ങനെ മനസ്സിലാക്കി തയോഹോ ന വശമാഗച്ഛേത്. അവയ്ക്ക് കീഴ്പ്പെട്ടു പോകരുത്. ഈ ഒരു നിർദ്ദേശം ഭഗവത്ഗീതയുടെ നാം ഓർമ്മ വയ്ക്കുമെങ്കിൽ മനസ്സിന് തന്നെ ശക്തി വരും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ മനസ്സിന് ശക്തി ഉണ്ടാവണമെങ്കിൽ എന്താണ് വഴി? ഇതാണ്. മനനരൂപത്തിൽ നമുക്ക് എന്ത് ഗുണം വേണമോ, മൂല്യം വേണമോ, മേന്മ വേണമോ, ആ മേന്മയെപ്പറ്റി മനസ്സിൽ ഇങ്ങനെ ഉരുവിടുക, അഭ്യസിക്കുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, മനസ്സിലാക്കുക. ഇപ്പം ഞാനിവിടെ ഒരു ശ്ലോകം പറയുമ്പോൾ സമാനമായി പല ശ്ലോകങ്ങളും പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞത് പെറുക്കിയെടുത്ത് കൂട്ടിച്ചേർത്ത് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് എന്തുകൊണ്ടാണ്? ആ പറയുന്ന വിഷയം എത്രയും നിങ്ങൾക്ക് രുചിപ്രദമാകണം, രസപ്രദമാകണം, ആകർഷകമാകണം. നിങ്ങളിൽ വേണ്ടത്ര സ്വാധീനം അതിന് ചെലുത്താൻ പറ്റണം. കേൾക്കുന്നവരുടെ കർണപുടങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അവരുടെ ഹൃദയത്തിലും മസ്തിഷ്കത്തിലും ഇറങ്ങിച്ചെന്ന് അവിടെ സ്ഥായിയായിട്ടുള്ള ഒരു സ്ഥാനം പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇത്രയും സമയം ആ ശ്ലോകത്തിൽ ചെലവ് ചെയ്യുന്നത് പോലെ നിങ്ങളും ഓരോരോ ഗുണങ്ങളെയും മേന്മകളെയും പറ്റി മനസ്സിലാക്കി ആ ഗുണങ്ങളിലും മേന്മകളിലും വിചാരരൂപത്തിൽ, മനനരൂപത്തിൽ, സ്മരണരൂപത്തിൽ, മറ്റു പ്രകാരത്തിൽ ആലോചിക്കുക, വിമർശന ബുദ്ധിയ പരിഗണിക്കുക, വിചിന്തനം ചെയ്യുക, ചികഞ്ഞ് ഇറങ്ങിച്ചെല്ലുക, ഓരോന്ന് എഴ പേർത്തെടുത്ത് ചിന്തിക്കുക. അങ്ങനെ സമയം ചെലവ് ചെയ്താൽ അതാണ് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ വിശേഷം. അതിൽ പറയുന്ന ശ്ലോകങ്ങൾ എത്ര തവണ പറഞ്ഞാലും നമുക്ക് കഴച്ചു എന്ന് തോന്നില്ല. സ്വരസൗഷ്ഠവത്തോടുകൂടി, ഉച്ചാരണ ശുദ്ധിയോടുകൂടി ആ കാവ്യം ആവശ്യപ്പെടുന്ന സംഗീതം, ഒരു ചെറിയ മാധുര്യം അതിനുണ്ട്. ഇതെല്ലാം ചേർത്തുകൊണ്ട് പറയണം. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർന വശമാഗച്ഛേത് തൗ ഹ്യസ്യ പരിബന്ധിനൗ. അവ ശത്രുവാണെന്ന് മനസ്സിലാക്കണം. ആരാ ശത്രു? രാഗദ്വേഷങ്ങൾ. ഈ രാഗദ്വേഷങ്ങൾ ജനിക്കുന്നത് മനസ്സിലാണ്.
എന്തിനെ ചൊല്ലി ജനിക്കുന്നു? ബാഹ്യമായിരിക്കുന്ന ഭോഗവസ്തുക്കളെ ഉദ്ദേശിച്ചോ അവയെ ചൊല്ലിയോ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഉണ്ടാകുന്ന കേന്ദ്രം എവിടെയാ? നിങ്ങളുടെ മനസ്സിലാ. അപ്പം മനസ്സിലാവുമ്പോൾ നമുക്ക് പുറത്തു പോയി അമ്പും വില്ലും ഒക്കെ എടുത്തിട്ട് മല്ലയുദ്ധമൊന്നും അവിടെ വേണ്ട. നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നതിനെ പാകപ്പെടുത്തി മെരുക്കിയെടുത്ത് പക്വമാക്കി തീർത്ത് ഇല്ലാതെയാക്കുക. ആ പക്വമാക്കുന്നതിനാണ് ഈ ശാസ്ത്രചിന്തയും ശാസ്ത്രപഠനവും ശാസ്ത്രഗ്രഹണവും കഥനവും ഒക്കെ. ഈ ശ്രീമദ് ഭാഗവതം ഇങ്ങനെ കേൾക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ഒക്കെ ശാസ്ത്ര 80% വേദാന്തമാണ്. ഇതേമാതിരിയുള്ള കാര്യങ്ങൾ അതിങ്ങനെ കേട്ട് കേട്ട് നമ്മുടെ മനസ്സിൽ എത്ര കണ്ട് പതിയുന്നുവോ അത്ര കണ്ട് മനസ്സ് ശുദ്ധമാവും. യഥാ യഥാത്മാ പരിമൃജ്യതേ സൗ മത് പുണ്യഗാഥാശ്രവണാഭിധാനൈഃ തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം ചക്ഷുർയഥൈവാഞ്ജന സംപ്രയുക്തം. ശ്രീകൃഷ്ണൻ ഉദ്ധവനോട് പറയുകയാണ് കുറേ അങ്ങോട്ട് ചെന്നതിന് ശേഷം. യഥാ യഥാത്മാ പരിമൃജ്യതേ സൗ, എത്രത്തോളം ഒരുവൻ്റെ ജീവൻ, ഒരുവൻ്റെ അന്തരംഗം പരിമൃജ്യതേ, അതിന് പരിമാർജനം സംഭവിക്കുന്നുവോ, അത് കഴുകി തുടച്ച് വെളുപ്പിച്ച് കുളിപ്പിച്ച് അതിന് എത്രത്തോളം ശുദ്ധി വരുന്നുണ്ടോ. യഥാ യഥാത്മാ പരിമൃജ്യതേ സൗ. എങ്ങനെ പരിശുദ്ധി വരും? വെറുതെ ഇരുന്നാൽ വരുമോ? വരില്ല. കുളിക്കണമെങ്കിൽ കുളത്തിൽ പോകണം, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകണം. എന്നിട്ട് വെള്ളം കോരി ഒഴിക്കണം. വേണ്ടി വന്നാൽ സോപ്പ് കയ്യിലെടുത്ത് തേച്ച് അങ്ങനെ അങ്ങോട്ട് ഒരശയൊക്കെ കഴുകി കളഞ്ഞാലേ പോവുള്ളൂ. പ്രയത്നം ആവശ്യമാണ്. ഇവിടെ എന്താ പ്രയത്നം? മത് പുണ്യഗാഥാശ്രവണാഭിധാനൈഃ. കേട്ടുവോ നിങ്ങൾ? കേട്ടുവോ? മത് പുണ്യഗാഥാശ്രവണാഭിധാനൈഃ. ഈശ്വരനെ പറ്റിയിട്ടുള്ള ഗാഥകൾ മാത്രമേ പുണ്യമായിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ല 2 കുട്ടികളുണ്ടാവും. എത്ര പേജ് എഴുതാൻ പറ്റും കുട്ടികളെ പറ്റി നല്ല കാര്യം? എത്ര അച്ഛനമ്മമാരുണ്ട് ഇവിടെ? എൻ്റെ കുട്ടികളോ നല്ലവരാണ്, എന്നാൽ ഒരു പുസ്തകം എഴുതി കാണിച്ചു തരൂ എന്ന് പറഞ്ഞാൽ എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ? ഈശ്വരൻ്റെ നേരെ മറിച്ച് എത്ര പുസ്തകങ്ങളും എത്ര ശാസ്ത്രങ്ങളും എഴുതിയാലും തീരില്ല. പരമ കല്യാണനിധിയാണ്. തസ്മാത് അദൃഷ്ടശ്രുതദൂഷണം പരം എന്നാണ് പ്രഹ്ലാദൻ ചിത്രീകരിക്കുന്നത്. മഹാവിഷ്ണുവിൽ, പരമ കല്യാണനിധിയായിരിക്കുന്ന മഹാവിഷ്ണുവിൽ, ശ്രീഹരിയിൽ ഒരു ദൂഷ്യം കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. കേൾക്കുന്നുണ്ടോ? അദൃഷ്ടശ്രുതദൂഷണം പരം. ഈ വാക്ക് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇന്നേ വരെ ദൃഷ്ടം കണ്ടിട്ടില്ല, ശ്രുതം കേട്ടിട്ടുമില്ല. ഒരു വിധത്തിലുള്ള ദോഷമോ മാലിന്യമോ തകരാറോ കോട്ടമോ വാട്ടമോ ഒന്നും കേട്ടിട്ടില്ല ഇതുവരെ. ആരെക്കുറിച്ച്? അജയ്യനായിരിക്കുന്ന പരമകല്യാണനിധിയായിരിക്കുന്ന മഹാവിഷ്ണു. സത്യം ശിവം സുന്ദരം എന്ന് പറയുന്ന പരമസത്യം. ആ സത്യം പരം ധീമഹി എന്നിവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ആ പരം സത്യം, അതിലൊരു കോട്ടവും കാണില്ല. അത് നിറം ശരിയായില്ല, മുറിമൂക്കനാണ്, കോങ്കണ്ണനാണ്, ഇങ്ങനെയൊന്നും അതിന് പറയാൻ പറ്റില്ല. അതൊരു പരമസത്യമാ. അടിമുടി സർവ്വസ്ഥലവും ശർക്കര അകത്തും പുറത്തും മധുരം എന്നതുപോലെ ഈ പരമാത്മാവും പരബ്രഹ്മവും എവിടെ നോക്കിയാലും സത്യം ശിവം സുന്ദരമാണ്. അങ്ങനെ യഥാ യഥാത്മാ പരിമൃജ്യതേ സൗ മത് പുണ്യഗാഥാശ്രവണാഭിധാനൈഃ. പുണ്യമായിരിക്കുന്ന ഗാഥകൾ, ശ്രവണം, അഭിധാനം. ആ ഈശ്വരൻ്റെ നാമങ്ങൾ, വിഷ്ണു സഹസ്രനാമം. ഇവിടെ വിഷ്ണു സഹസ്രനാമ സമൂഹ മഹായജ്ഞം നടക്കാൻ പോവുകയാണ് 2-ാം തീയതി. അതിന് 1-ാം തീയതി വൈകുന്നേരം മുതൽ പൂർണ്ണമായിട്ടും ഈ സത്രശാല സജ്ജീകരിച്ച് കഴിഞ്ഞിരിക്കണം. എത്രയോ പറ പൂവാണ് കോയമ്പത്തൂരിൽ നിന്ന് വരാൻ പോകുന്നത്. എന്നിട്ട് മഹാവിഷ്ണുവിൻ്റെ 1000 നാമങ്ങളാണ് ഇവിടെ ചൊല്ലി എല്ലാവരും ഏറ്റുചൊല്ലി അർച്ചനയും ഹോമവും നടത്തുക. ഈ 1000 നാമങ്ങൾ ആരുണ്ടാക്കിയതാ? നാം രചിച്ചതാണ്. മഹാവിഷ്ണുവിനെ കുറിച്ചാണെങ്കിലും വാസ്തവത്തിൽ ഈ നാമങ്ങൾ നമ്മുടെ അന്തരാത്മാവിൻ്റെ പര്യായ ശബ്ദങ്ങളാണ്. നിങ്ങൾക്ക് നേരിട്ടത് പറയാനുള്ള അറിവില്ല, വിനയമില്ല, ധന്യതയില്ല, സമ്പന്നതയില്ല. നമ്മുടെ ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നത് ജീവനാണ്. ആ ജീവൻ ഒരു ചൈതന്യ സ്വരൂപമാണ്. ആ ചൈതന്യം ഒരു വിധത്തിലും കളങ്കമില്ലാത്തതാണ്. കളങ്കം എവിടം വരെ? കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, ശരീരം, രക്തപങ്കിലമായിരിക്കുന്ന ശരീരം, നാഡി ഞരമ്പുകൾ, ശ്വാസകോശം, ഹൃദയം, മസ്തിഷ്കം, ഈ വക ഭൗമഭാഗങ്ങളിലേ മാലിന്യമുള്ളൂ. കേൾക്കണുണ്ടോ? നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ എല്ലാവരുടെയും ശരീരം പാഞ്ചഭൗതിക ശരീരത്തിൽ മാത്രമേ അശുദ്ധിയുള്ളൂ.
അതിൽ കാറ്റിൽ അശുദ്ധി ഉണ്ടാവാം, വെള്ളത്തിലുണ്ടാവാം, സമ്മതിച്ചു. അതിലുള്ള ചൂടിൽ അശുദ്ധിയില്ല. ആ ഊർജങ്ങളെയും ദ്രവ്യങ്ങളെയും കടന്നു ചെന്ന് പ്രകാശിക്കുന്നതും പ്രതിഫലിക്കുന്നതുമായ മനസ്സുണ്ടല്ലോ, മനസ്ഥലം, ആ ബുദ്ധിതലം, ഇതൊക്കെ ചേതനാമയമാണ്. അവിടെ ഒരു അശുദ്ധിയും ഒരു മാലിന്യവും കാണില്ല. മത് പുണ്യഗാഥാശ്രവണാഭിധാനൈഹി, ഈശ്വരനെ കുറിച്ചുള്ള വിഷ്ണു സഹസ്രനാമം 1000 നാമങ്ങളുണ്ടല്ലോ. ആ 1000 നാമങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ ജീവനെയും ആത്മാവിനെയും കുറിച്ചുള്ള നാമങ്ങളാണ്. നേരിട്ടത് പറയാനുള്ള കോൺഫിഡൻസ് നമുക്കില്ല. നാം പൂജ ചെയ്യുന്ന സമയത്ത് ആ പുസ്തകത്തിലിട്ട ഈശ്വരാനുഭവം ചൊരിയുന്ന യോഗിവാണികൾ എന്ന പുസ്തകമുണ്ടല്ലോ. അതിൽ ആ ഏകാദശ സ്കന്ധത്തിൽ ആ നവയോഗി സംവാദം നിമിചക്രവർത്തിയുമായി അതിൽ പൂജാവിധിയെപ്പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ചും പറയുന്നുണ്ട്, പൂജ ചെയ്യുന്നതിന് മുൻപ് ആദ്യം അവനവൻ്റെ അംഗങ്ങളെ കൊണ്ട് സംശുദ്ധമാക്കി അതുകൊണ്ട് പുഷ്പമെടുത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ദിവ്യത്വവും ധന്യതയും ഈശ്വരീയതയുമെല്ലാം ഉള്ളിൽ നിന്ന് കടഞ്ഞെടുത്തിട്ടാണ് നാം ബിംബത്തിലേക്ക് കൊടുക്കുന്നത്. അവസാനമോ ആ ദൈവത്തെ അല്ലെങ്കിൽ ദേവനെ ആത്മാവായി ധ്യാനിക്കണം. ധ്യാനിച്ച് ആ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പുഷ്പങ്ങളെടുത്ത് തൻ്റെ തലയിലിട്ടിട്ടാണ് ആ ഉദ്വസനം പറഞ്ഞയക്കൽ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇവിടെ പൂജ എന്നൊരു വ്യാജം നടക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ നടക്കണത് എന്താ? പൂജയുടെ പേരിൽ, ആരാധനയുടെ പേരിൽ ആരാധകനാണ് ഇവിടെ സംശുദ്ധനാകുന്നത്. ഈ പറയുന്ന പ്രസ്താവനയെ എതിർക്കാനോ അല്ലെന്ന് പറയാനോ ആരെങ്കിലും ഉണ്ടോ ലോകത്തിൽ? ആരാധകൻ എത്രത്തോളം ശുദ്ധനാണോ, ആരാധകൻ എത്രത്തോളം ഭക്തനാണോ, അതാണ് അവിടെ ഭക്തി രചിക്കുന്നത്. നമ്മുടെ കർമ്മങ്ങളിലുള്ള ശുദ്ധി കർത്താവിലുള്ള ശുദ്ധിയാണ്. ഈശ്വരനെ നാം ഭജിക്കുന്നുണ്ടെങ്കിലും ഭജിക്കുന്നവൻ മനുഷ്യനാണ്. ഭജനം എന്ന് പറയുന്നത്, പൂജ എന്ന് പറയുന്നത് പൂജ ചെയ്യുന്നവൻ്റെ പ്രവൃത്തിയാണ്. ആ ചെയ്യുന്നവൻ്റെ പ്രവൃത്തി നന്നാവണമെങ്കിൽ എവിടെ നോക്കണം? അവിടെയോ അതോ ഇവിടെയോ? ഉള്ളില്. അതാണ് അവസാനം ദേവനെ ആത്മാവായി ധ്യാനിക്കണം എന്ന് പറയുന്നത്. ആത്മാവായി ധ്യാനിക്കണം. മത് പുണ്യഗാഥാശ്രവണാഭിധാനൈഹി, ഈശ്വരൻ്റെ നാമങ്ങൾ ചൊല്ലി കേട്ട് ഗാനം ചെയ്ത് കീർത്തനം ചെയ്ത് ഈശ്വര കഥകൾ വായിച്ച് ഈശ്വര ഗുണഗണങ്ങൾ വർണ്ണിക്കുന്നത് കേട്ട് സ്വയം വർണ്ണിക്കാൻ സാധിക്കുമെങ്കിൽ വർണ്ണിച്ച് CD വെച്ചോ ടേപ്പ് റെക്കോർഡ് വെച്ചോ ഒക്കെ കേട്ടോളൂ, ഒരു വിരോധമില്ല. ടേപ്പ് റെക്കോർഡിനല്ല മോക്ഷം വേണ്ടത് നമുക്ക്. യഥാത്മാ പരിമൃജ്യതേ സൗ മത് പുണ്യഗാഥാശ്രവണാഭിധാനൈഹി, എത്രത്തോളം പരിശുദ്ധി വരുന്നുവോ മത് പുണ്യഗാഥാശ്രവണാഭിധാനങ്ങൾ കൊണ്ട് തഥാ പശ്യതി വസ്തു സൂക്ഷ്മം, അത്രത്തോളം അതിസൂക്ഷ്മമായിരിക്കുന്ന വസ്തു ദർശിക്കാൻ സാധിക്കും. എന്താണ് ഈ അതിസൂക്ഷ്മമായ വസ്തു? അങ്ങനെ ഒന്നുണ്ടോ? സ്ഥൂലം സൂക്ഷ്മം എന്ന് 2 തരാണല്ലോ. ഭൂമി സ്ഥൂലമാണ്, വെള്ളവും സ്ഥൂലമാണ്. വായു എന്ന് വരുമ്പോൾ കുറച്ച് സൂക്ഷ്മമായി, അതിന് വ്യാപക ശക്തി കൂടി. ആകാശത്തിൻ്റെ അവിടെ എത്തുമ്പോഴോ അതിസൂക്ഷ്മമായി. അതിനേക്കാൾ സൂക്ഷ്മമാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ അഹങ്കാരം, നമ്മുടെ ആത്മാ. അപ്പം അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരാത്മാ നമ്മുടെ ശരീരത്തിന് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതിന് കാരണം എന്താ? ഭക്തിയുടെ കുറവ്, ശുദ്ധിയുടെ കുറവ്, ഈശ്വരീയതയുടെ കുറവ്. നിങ്ങൾക്ക് ഈശ്വരനോട് സ്നേഹമുണ്ടായത് പോരാ, ആഭിമുഖ്യം വളർത്തിയത് പോരാ. ഈശ്വരനോടുള്ള സംഘം അത് കനത്തതല്ല. ഇവിടെ മാംസ ബന്ധങ്ങളോടാണ് നമുക്ക് സംഘം. ആ സംഘത്തിൻ്റെ സ്ഥാനത്ത് ഈശ്വരനാകണം നിങ്ങൾക്ക് സംഘം, ഈശ്വരനിലാകണം നിങ്ങളുടെ സംഘം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമമാണ് 1 മണിക്കൂറോ 2 മണിക്കൂറോ അരമണിക്കൂറോ ഒരിടത്തിരുന്ന് ഈശ്വര കീർത്തനങ്ങൾ, നാമകീർത്തനങ്ങൾ, നാമസങ്കീർത്തനം എന്തെങ്കിലും ഒന്ന് ചെല്ലുക. ഇവിടെ വൈകുന്നേരം നടക്കുന്നുണ്ടല്ലോ നാമസങ്കീർത്തന പ്രദക്ഷിണം. 2-3 ദിവസമായിട്ട് ഇവിടുത്തെ കോലാഹലം എന്താ നിങ്ങൾ നോക്കിയോ? മനുഷ്യരൊട്ടാകെ മതിമറന്നങ്ങോട്ട് പോയിരിക്കുകയാണ്. അവർക്ക് ശരീരസ്മൃതി ഇല്ല. ഹരേ രാമ പറയണം, ആ പറയുന്നതിൽ മനസ്സ് ലയിക്കണം. അത് ലയിച്ചിട്ട് തൻ്റെ വ്യക്തിത്വം തന്നെ അങ്ങോട്ട് വികസിതമായി തീരണം എന്ന് പറഞ്ഞ് വലിയ ഒരു ഡിവോഷണൽ റേഡിയേഷൻ, എ കൈൻഡ് ഓഫ് എ സ്പിരിച്വൽ ഡിവോഷണൽ എക്സ്റ്റസി. I am very clearly noticing that
this ecstasy has enveloped quite a number of people here, a number of devotees. അതാണ് അതിൻ്റെ വിശേഷം. യഥാ യഥാ തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം. അതിസൂക്ഷ്മമായിരിക്കുന്ന പരമാത്മാവ്, അയ്യോ എൻ്റെ ശരീരത്തിലൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ശരീരം ജീവിക്കണത്? എന്തോ ഒന്നുണ്ടല്ലോ, അതിൽ നിന്ന് ചൂട് പുറപ്പെടുന്നുണ്ടല്ലോ. ഒരു ശ്വാസം അകത്തേക്ക് പോയാൽ പുറത്തേക്ക് അതിനെ തള്ളണില്ലേ? എന്താ മിണ്ടാത്തെ? അതോ എടുത്തത് പോയോ? പോയില്ലല്ലോ. അതെവിടെ ഒരു സ്ഥലത്ത് തട്ടി മടങ്ങി വരുന്നുണ്ടല്ലോ. ആരായി മടക്കി വരുത്തുന്നത്? അപ്പോൾ ഉള്ളിൽ നിശ്ചയമായിട്ടും ഒരു ശക്തി, ഒരു സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തെ മനസ്സിലാക്കാൻ പറ്റും. ഏതുപോലെ? കോട്ടമുള്ള കണ്ണിന് കാഴ്ച തടസ്സപ്പെടുമ്പോൾ ആ കോട്ടം തീർത്തു കഴിഞ്ഞാൽ കണ്ണെങ്ങനെ ഭംഗിയായിട്ട് കാണുന്നുവോ അതേപോലെ തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം ചക്ഷുർയഥൈവ അഞ്ജന സംപ്രയുക്തം. അഞ്ജനക്കല്ലുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ ഈ ഉള്ളിലുള്ളത് കണ്ണിന് കോട്ടം വരുമല്ലോ, അത് മാറ്റണത് അഞ്ജനക്കല്ലുകൊണ്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പഴയ കാലത്ത്. അപ്പോൾ അഞ്ജന സംപ്രയുക്തമായിരിക്കുന്ന കണ്ണുണ്ടല്ലോ, കാറ്ററാക്റ്റ്, അത് നീക്കിക്കഴിഞ്ഞാൽ കണ്ണ് തെളിയുന്നത് പോലെ തെളിയുന്നു. ഭർതൃഹരി ഈ ലോകവസ്തുക്കളോട് നമുക്ക് തോന്നേണ്ട സമീപനത്തിനെക്കുറിച്ച് വൈരാഗ്യശതകം എന്ന് പറഞ്ഞ് 100 ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഭർതൃഹരി ഒരു മഹാകവിയാണ്. അദ്ദേഹം ജീവിതത്തിൽ മുഴുവൻ രാജപദവിയിലായിരുന്നു. എന്നിട്ട് തൻ്റെ രാജ്ഞിയിൽ തന്നെ ഒരു തരത്തിലുള്ള വ്യതിയാനം കണ്ടപ്പോൾ അത് മനസ്സിലാക്കാൻ മാത്രമുള്ള ബുദ്ധി എനിക്കില്ലല്ലോ. പ്രജകളെ എല്ലാവരെയും അകലെ നിന്ന് നിരീക്ഷിച്ച് ആരുടെ മനസ്സിൽ എന്ത് പ്രസ്ഫുരിക്കുന്നുണ്ടോ അത് മുഴുവനും കണ്ടെത്താൻ പ്രാപ്തിയുള്ളവനാകണം രാജാവ്. ആ നിലയ്ക്ക് എൻ്റെ സ്വന്തം രാജ്ഞിയുടെ ഉള്ളിലുള്ള കളവും ചതിയും ഞാൻ കണ്ടെത്തിയില്ലല്ലോ. ഇനി സിംഹാസനത്തിലിരിക്കാൻ കൊള്ളരുതാത്തവനാണ് ഞാൻ എന്ന് പറഞ്ഞ് കാട്ടുപോയി തപസ് തുടങ്ങി. അദ്ദേഹം തത്വവിചിന്തനം ചെയ്ത് വളരെ കാലം കഴിഞ്ഞതിന് ശേഷം നീതിശതകം, ശൃംഗാരശതകം, വൈരാഗ്യശതകം എന്ന 300 ശ്ലോകങ്ങൾ എഴുതി. അതിൽ വൈരാഗ്യശതകം സാധകന്മാരും സന്യാസിമാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതാണ്. അതിലൊരു ശ്ലോകം പറയാം, വളരെ അർത്ഥവത്തായിട്ടുള്ളത്. ഭോഗാന ഭുക്താ വയമേവ ഭുക്താ തപോന തപ്തം വയമേവ തപ്താഃ കാലോന യാതോ വയമേവ യാതാഃ തൃഷ്ണാന ജീർണ വയമേവ ജീർണാഃ. നിങ്ങളുടെയൊക്കെ വിചാരം എന്താ? ഓരോ വയസ്സ് ചെല്ലും തോറും കൂടുതൽ കൂടുതൽ അനുഭവിച്ചു, സുഖമായി, ഇഷ്ടമായി എന്നാ? എന്ത്? ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ കൂടുതൽ തിന്നാം, കൂടുതൽ രുചിക്കാം, സന്തോഷമായിട്ടിരിക്കാമെന്നാ? സത്യം മറിച്ചാണെന്ന്. ഭോഗാന ഭുക്താ. നമ്മുടെ മുൻപിൽ ധാരാളം ഭോഗവസ്തുക്കളുണ്ട്. ആ ഭോഗവസ്തുക്കളെ അനുഭവിച്ച് നാം ഭോഗവസ്തുക്കളെ മുടിക്കുന്നുണ്ടോ അതോ ഭോഗവസ്തുക്കളെ അനുഭവിക്കുന്നത് വഴി നമ്മെ മുടിക്കുന്നുവോ? ഈ ലോകം അനുഭവിക്കുന്നവരാണോ ഇവിടെ ബാക്കി? അതോ അനുഭവിച്ചവരുമൊക്കെ യാത്രയായി പോയി അനുഭവിക്കപ്പെടുന്ന ലോകമോ ഇവിടെ ബാക്കി? എൻ്റെ ഭാഷ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഈ ലോകവസ്തുക്കളെ നാം അനുഭവിക്കുന്നുണ്ടല്ലോ. അനുഭവിച്ചു കഴിഞ്ഞാൽ ആ വസ്തുക്കൾ അങ്ങോട്ട് ഒടുങ്ങണം. കുമ്പളങ്ങ കൂട്ടി കൂട്ടി ലോകത്തിൽ കുമ്പളങ്ങ ഇല്ലാതെ ആവുന്നുവോ? ഈ കൂട്ടുന്നവൻ മരിച്ചു പോണോ? എന്താ മിണ്ടാതെ? കുമ്പളങ്ങ തിന്നവരൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ കുമ്പളങ്ങ ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ഭോഗാന ഭുക്താഹ, ഭോഗങ്ങൾ ഭുജിക്കപ്പെട്ടിട്ടില്ല. വയമേവ ഭുക്താഹ, ഭോഗങ്ങളെ ഭുജിക്കണു എന്നുള്ള പേരിൽ അവ നമ്മെയാണ് ഭുജിക്കുന്നത്. ഇതൊരു പാഠമായിട്ട് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? ഇന്ന് മുതൽക്ക് ഓർമ്മ വയ്ക്കില്ലേ? ഇനി പിടിച്ചു പൊത്തരുത് കേട്ടോ. ഈ ഉടുമ്പിൻ്റെ പിടുത്തം പിടിക്കേ വേണ്ട. നിങ്ങൾ അടച്ചങ്ങോട്ട് വിടും. ഒരു കുട്ടി ജനിക്കുമ്പോൾ തുടങ്ങിയത് അങ്ങനെ പിടിക്കൽ, അത് വിടണില്ല. പിന്നെ ആ പിടുത്തം മനസ്സിലായി, കയ്യിൽ നിന്ന് അഴഞ്ഞാലും. ഭോഗാന ഭുക്താഹ വയമേവ ഭുക്താഹ തപോന തപ്തം വയമേവ തപ്താഹ. തപസ് എന്നുള്ള പേരിൽ പല വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഞാൻ ചെയ്തു എന്ന് പറയണു. ഒരേ കൊല്ലം കഴിയുമ്പോഴും ചെയ്തു എന്ന് പറയുന്നവന് ഇനി എനിക്ക് വയ്യ എന്നാ പിന്നെ പറയുക. മനസ്സിലായില്ല? ഇല്ല. ചെയ്ത് നിങ്ങൾ നന്നാവുകയാണോ ചെയ്തത് അതോ ചെയ്ത് വയ്യാൻ്റെ അയ്യോ? അപ്പം നമ്മൾ എന്ത് തപസ്സാ തപിച്ചിരിക്കുന്നത്? തപസ്സിൻ്റെ പേരിൽ നാം തപിപ്പിക്കപ്പെട്ടു എന്നേ പറയാൻ പറ്റുള്ളൂ. തപസ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. തപോന തപ്തം വയമേവ തപ്താഹ കാലോന യാതോ. കാലം എന്ന് പറയുന്നത് ഒരിക്കലും പോകുന്നില്ല. നേരെ മറിച്ച്
1, 2, 16, 35 എന്ന് പറഞ്ഞ് എണ്ണി വയസ്സെണ്ണിയിട്ട് നമ്മളാണ് പോകുന്നത്. ഞാൻ പലപ്പോഴും വിചാരിക്കും, എനിക്കേ 60-ാം ജന്മദിന, ഇത് 60-ാം ജന്മദിനോ അതോ 16 ദിവസം 16 കൊല്ലം ഇനി ബാക്കിയുള്ളൂ പോകാനുള്ള മരണസമീപനദിനോ? ഓരോ ജന്മദിനത്തിനും ജന്മത്തിൽ നിന്ന് നാം അകലെയാണ്. പിന്നെ ആരോടാ അടുക്കുന്നത്? മരണത്തോട്. അപ്പം പിന്നെ ഈ ജന്മദിനം കൊണ്ടാടുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അയ്യോ 60 വയസ്സായി, ഇനി മരിക്കാൻ എനിക്ക് 16 ഉള്ളൂ, കഴിഞ്ഞ കൊല്ലം 17 അതുകൊണ്ട് ഞാൻ ആരെയും വിളിക്കാൻ പോണില്ല. അതിനെന്തിനാ ആഘോഷം? മരണത്തിൻ്റെ മുഖത്തിലേക്ക് പോകുന്ന പോക്കിന് വിശേഷം വേണം. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഒന്ന് പരിശോധിക്കും കൂട്ടരെ, ഇതും കണക്കന്നെയാ. കണക്കല്ലായില്ല, കണക്ക് തന്നെയാ. കാലോനയാതോ വയമേവയാതാഹ. കാലം പോകുന്നില്ല, നാമാണ് പോകുന്നത്. തൃഷ്ണാനജീർണ വയമേവ ജീർണാഹ. ആശയുണ്ടല്ലോ, ആ ആശ അനുഭവിച്ച് അത് ഇനി ഇല്ല എന്നല്ലേ വരേണ്ടത്? അതല്ല വരുന്നത്. നേരെ മറിച്ച് ആശ ഓരോന്ന് അനുഭവിക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ജീർണത്വം വന്ന് നാം ജീർണിക്കപ്പെടുകയാണ്. ഇതാണ് സത്യം. ഈ സത്യം എവിടെയാ തെളിയുക? കണ്ണിൻ്റെ മുൻപിലല്ല, ഇത് ബുദ്ധിയുടെ മുൻപിലാണ്, വിവേകത്തിൻ്റെ മുൻപിലാണ്, ആലോചനയുടെ മുൻപിലാണ്, തത്വപരിഗണനയുടെ മുൻപിലാണ് ഈ സത്യം തെളിയുക. അപ്പം തത്വവിചാരമാണ് ഇവിടെ പ്രധാനം. ഭോഗാന ഭുക്താ വയമേവ ഭുക്താഃ തപോന തപ്തം വയമേവ തപ്താഃ കാലോനയാതോ വയമേവ യാതാഃ തൃഷ്ണാന ജീർണ വയമേവ ജീർണാഃ. ഈ പാഠങ്ങളൊക്കെ എത്രമാത്രം സുന്ദരമാണെന്നറിയാമോ? ഇത് ആസ്വദിക്കാനായിട്ടാണ് ഭക്തി ഉള്ള മനസ്സ് വേണ്ടത്, വിവേകമുള്ള ബുദ്ധി, യുക്തിബോധമുള്ള ബുദ്ധി വേണ്ടത്. നചികേതസ് അച്ഛൻ കഴിക്കുന്ന യാഗം ശരിയായില്ല, കൊള്ളരുതാത്ത പശുക്കളെ 3 മുല ഒറ്റക്കൊമ്പി, ഇനി പെറില്ല എന്നുള്ളത്, കറവ വറ്റാറായത്, ഇങ്ങനെയുള്ള പശുക്കളെയൊക്കെ കൊണ്ടുവന്ന് ദാനം കൊടുക്കാൻ തയ്യാറാക്കി. എന്താ? വലിയ യാഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും പവിത്രമായിരിക്കുന്ന വൈദിക കർമ്മമാണ്. ആ കർമ്മത്തിലെല്ലാം പവിത്രമായിരിക്കണം, നല്ലത് തിരഞ്ഞെടുക്കണം. യാഗമോ ദാനമോ കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ എന്താ വേണ്ടതെന്നറിയോ? ഏറ്റവും നല്ല സാധനം നിലത്ത് വയ്ക്കാതെ മേടിച്ചുകൊണ്ട് വരണം. ഇപ്പോൾ ഈശ്വരൻ എന്തെങ്കിലും കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ എല്ലാം കൂടി 4 കിലോ മേടിച്ചു കൊണ്ടുവന്നു, അതിന് 1/2 കിലോ ക്ഷേത്രത്തിൽ കൊടുക്കളയാമെന്ന് വിചാരിക്കരുത്. പ്രത്യേകിച്ചും കായ്കറികളാണെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് മേടിക്കുക, പ്രത്യേകം ഒരു സഞ്ചിയിൽ വയ്ക്കുക, നിലത്ത് വയ്ക്കാതെ കൊണ്ടുവന്ന്, ചവിട്ടുന്ന നിലത്തിൽ വയ്ക്കാതെ കൊണ്ടുവന്ന് സൂക്ഷിച്ച് അങ്ങനെ പ്രത്യേകമായി നിവേദിക്കാൻ കൊടുക്കുക. ഇത് നമ്മൾ കഴിക്കുന്നതിന് കുറച്ചെടുത്ത് അവിടെ വച്ചു, അങ്ങനെയല്ല. അതിൽ ശ്രദ്ധ നിങ്ങൾക്ക് വേണം. ഇവിടെ നചികേതസിൻ്റെ അച്ഛൻ എന്താ ചെയ്തതെന്നറിയോ? ഏതായാലും തൊഴുത്തിൽ പൊല്ലാപ്പായിരിക്കുക, 3 മുലയുള്ള പശുക്കളെ ദാനം കൊടുക്കാൻ. കടിഞ്ഞിൽ പെറ്റ പശു, നിവൃത്തിയുണ്ടെങ്കിൽ കറുപ്പ് നിറം, പശുക്കുട്ടി ജനിച്ചിരിക്കണം, അങ്ങനെയുള്ള പശുവിനെയൊക്കെ തെരഞ്ഞെടുത്താൽ കൊടുക്കുക. ഇദ്ദേഹം തിരഞ്ഞെടുത്തത് ശരിയാ, പക്ഷേ ഉപയോഗശൂന്യമായ വസ്തുക്കളെയാണ്. ഞാൻ ഇന്ന സ്ഥലത്താന്ന് പറയണില്ല, ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയി, എന്നിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. എന്നിട്ട് അവിടെ പറയുക അവർ, സ്വാമിജി ഞങ്ങളുടെ വീട്ടിൽ കുറേ ടൈം പീസ് കുറച്ച് കാലം മുമ്പ് ഞാൻ മേടിച്ചിട്ടുണ്ട്, അത് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് അനാവശ്യ സ്ഥലം മുടക്കമാണ്, 2 എണ്ണം സ്വാമിജിക്ക് തരട്ടെ എന്ന്. പാവം അവർ ഇന്നസെൻസിൽ പറഞ്ഞതായിരിക്കാം. ഞാൻ ആ സമയത്ത് അവരോട് തർക്കിക്കാനോ പിടിക്കാനോ പറയാൻ പറ്റുമോ? മിണ്ടാൻ്റെ അവിടെ ഇരുന്നു. ഇപ്പോൾ ഒരു സദസ്സിലിരുന്ന് ഞാനിങ്ങനെ വെട്ടിമുറിച്ച് പറയണു, നിങ്ങൾ നേരിട്ട് വന്നാൽ എനിക്കിങ്ങനെ പറയാൻ പറ്റില്ല, നിങ്ങൾ കേൾക്കൂല, ഞാൻ പറയൂല. സദസ്സിലിരുന്ന് എനിക്ക് പറയാം, ഇടിവെട്ട് പോലെ പറയാം. ഒരു പക്ഷേ നിങ്ങളെല്ലാവരും അത് കേട്ട് ചിരിക്കുകയുള്ളൂ, ഉൾക്കൊള്ളുകയുള്ളൂ. നേരിട്ട് വന്നാൽ അവിടെ ഹ്യൂമൻ റിലേഷൻഷിപ്പ് ബിക്കംസ് എ ഫാക്ടർ. അപ്പോൾ ആരുടെ മനസ്സിനെയും വേദനിപ്പിക്കുക എന്നൊരു സ്വഭാവം ഞങ്ങൾക്കില്ല. അതിസുന്ദരമായ വാക്കേ പറയുള്ളൂ. കാണാൻ സൗന്ദര്യമില്ലാത്ത ആൾ വന്നാലും കണ്ടാൽ നന്നായിരിക്കുന്നുണ്ടല്ലോ എന്നേ പറയുള്ളൂ. അങ്ങനെയാണല്ലോ നമ്മുടെ സ്വഭാവം, അതാണല്ലോ വേണ്ടത്. അപ്പോൾ ഉപയോഗശൂന്യമായിരിക്കുന്ന പദാർത്ഥങ്ങളെ അല്ല കൊടുക്കേണ്ടത്. നചികേതസിൻ്റെ അച്ഛൻ ചെയ്തത് അങ്ങനെയാണ്. എന്നിട്ട് പറയുന്നതോ വലിയ മന്ത്രങ്ങൾ, വേദമന്ത്രങ്ങൾ. ശന്നോ മിത്രശം വരുണഃ. വായിലൊക്കെ വലിയ മന്ത്രങ്ങളാണ്, പവിത്ര മന്ത്രങ്ങൾ. ചെയ്യുന്ന പ്രവൃത്തിയോ തീരെ അപവിത്ര.
മകനത് തട്ടി. നോക്കൂ, അച്ഛൻ യാഗം ചെയ്യുന്നു. ആ യജമാനനായ അച്ഛൻ്റെ മനസ്സിൽ ഒരു ശുദ്ധിയുമില്ല. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടിക്കാണ് മനസ്സിൽ പവിത്രത സ്പർശിച്ചത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ പല അച്ഛനമ്മമാരും ഉണ്ടാവും. നിങ്ങളുടെ കുട്ടികൾ ചിലപ്പോൾ വളരെ നല്ല കുട്ടികളാവും, നിങ്ങൾക്ക് അത്ര നന്മയുണ്ടാവില്ല. 60 വയസ്സായാലും മോശ അങ്ങനെയുള്ളവരുണ്ടാവും. ആ കുട്ടികളെ കണ്ടാൽ ആസ്വദിക്കാൻ പറ്റണം, അതിന് അച്ഛനമ്മമാർക്ക് പറ്റൂല. അവനെന്താ, ഞാൻ പെറ്റു വളർത്തിയിട്ടുള്ള കുട്ടി, അവൻ എന്നോട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ എന്നാണ് തോന്നുക. അത് ശരിയല്ല. സർവത്ര വിജയമിച്ഛേത് പുത്രാദിച്ഛേത് പരാജയം. എല്ലാ ദിക്കിൽ നിന്നും വിജയം തേടാം. പുത്രൻ്റെ അടുത്ത് പരാജയമാണ് തേടേണ്ടത്, ശിഷ്യൻ്റെ അടുത്ത് നിന്നും. നമ്മുടെ മകൻ നന്നായാൽ അത് കണ്ട് ആസ്വദിക്കാനുള്ള ഒരു പിതൃമനസ്സ് അമ്മയ്ക്കായാലും അച്ഛനായാലും ഉണ്ടാവണം. ആ പിതൃത്വമാണ് നമുക്ക് ശോഭ നൽകുന്നത്. എന്തിനു പറയണു? നചികേതസ് അടുത്ത് ചെന്നു വാജശ്രവസനോട് പറഞ്ഞു, അച്ഛാ, വലിയ വർത്തമാനം കൂടുതലൊന്നും പറഞ്ഞില്ല, എല്ലാറ്റിനെയും ഇങ്ങനെ പിടിച്ചു പൊത്തി തനിക്ക് വേണ്ടി സൂക്ഷിക്കുന്നുണ്ടല്ലോ, അവസാനം എല്ലാം പോകാനുള്ളതാ, എന്നെ ആർക്കാ കൊടുക്കാൻ പോണത് എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോഴേക്കും വാജശ്രവസന് കോപം വന്നു, കണ്ണു ചോന്നു. നിന്നെയോ? യമനാണ് കൊടുക്കണേ എന്ന് പറഞ്ഞു അത്രേ. പാവം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചില്ല, നേരെ യമൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അവിടെ യമനില്ല. 3 ദിവസം വലിയ കൂട്ടക്കൊലയ്ക്ക് വേണ്ടി പോയിരിക്കുക. തിരിച്ചു വന്നപ്പോൾ 3 ദിവസമായി വലിയ വിഷമം. ഒരു ബ്രഹ്മചാരി തൻ്റെ കുടുംബത്തിൽ വന്ന് നിൽക്കണു. 3 ദിവസമായി പട്ടിണി കിടക്കണു. എല്ലാവരും ഇവിടെ മരിച്ചിട്ടാ വരിക. ഇത് ഉടലോടുകൂടി ഒരു ബ്രഹ്മചാരി വന്നിരിക്കുന്നു. ഈ ബ്രഹ്മചാരി ഉപായപ്പെട്ടവനല്ല എൻ്റെ അപ്പാ. വലിയ വിഷമായല്ലോ, 3 ദിവസം പട്ടിണി കിടന്നില്ലേ നമ്മുടെ വീടിൻ്റെ മുൻപിൽ വന്ന്. ആതിഥേയത്വം എന്ന് പറഞ്ഞാൽ വലിയ ഒരു സംസ്കാരമാണ്, ധർമ്മമാണ്. നിങ്ങളുടെ വീട്ടിൽ ആര് വന്നാലും എപ്പോൾ വന്നാലും ആദ്യത്തെ ചോദ്യം ചോദിക്കേണ്ടത് ആഹാരം കഴിച്ചോ എന്നാ. അല്ല എൻ്റെ 3/4 മണിക്കൂർ സംസാരിച്ചിരുന്നിട്ട് പൊക്കോളൂ എന്ന് പറയില്ല. ഊണ് കഴിക്കുന്ന സമയത്ത് വന്നാൽ ഊണ് കഴിച്ചോ എന്ന് ചോദിക്കുക, എന്തെങ്കിലും കുടിക്കണോ എന്തെങ്കിലും ചോദിക്കുക. അങ്ങനെയാണ് സാധാരണ ആതിഥേയത്വം. അതിന് വലിയ പ്രാധാന്യമാണ്. യമൻ വേഗം ബ്രഹ്മചാരിയുടെ കാല് കഴുകി വളരെ അപരാധബോധത്തോടു കൂടി ചോദിച്ചു, 3 ദിവസം പട്ടിണി കിടന്നില്ലേ, എൻ്റെ സർവ്വ ഗുണങ്ങളും മേന്മകളും ഒക്കെ പോവുമല്ലോ, ക്ഷമിക്കണേ, ഞാൻ 3 ദിവസത്തേക്ക് 3 വരം തരാം എന്ന് പറഞ്ഞു. 1ഉം 2ഉം വരം അത് കഴിഞ്ഞു. ആദ്യത്തെ വരം അച്ഛൻ്റെ കോപം പോകണം, ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്നെ തിരിച്ചറിയണം എന്നായിരുന്നു. 2ഉം കഴിഞ്ഞ് 3ാമത്തെ വരം ചോദിക്കുകയാണ്. എന്ത്? മനുഷ്യൻ മരിച്ചു എന്ന് പറയുന്നു. ആ മരിച്ചതിന് ശേഷം അവൻ എന്ത് സംഭവിക്കുന്നു, ആ ആൾ ഇനിയും ഉണ്ടോ ഇല്ലയോ എന്നറിയണം. ഞാനിത് പറയാൻ പുറപ്പെട്ട അങ്ങനെ വിസ്തരിച്ച് പോകേണ്ടി വരും. ഏയം പ്രേതേ വിജിഗിത്സാ മനുഷ്യേ അസ്തീത്യേകേനായമസ്തീതി ജൈകേ ഏതദ്വിദ്യാം അനുശിഷ്ടസ്ത്വയാഹം വരാണാമേഷവരസ്തൃതീയ. ലോകത്തിൽ 2 തരത്തിലുള്ള വിശ്വാസങ്ങളാണ്. ശരീരം വീണാൽ എല്ലാം വീണു, ഒന്നും ബാക്കി വരുന്നില്ല. അല്ല, ബാക്കി വരുന്നുണ്ട്. ശരീരത്തിൽ എന്തുണ്ടായിരുന്നുവോ അത് പിന്നെയും ഉണ്ടാവും എന്ന് പറയുന്ന ഒരു വകുപ്പ്. ഇതിൻ്റെ സത്യം ഇപ്പോൾ ആരോടാ നേരിട്ട് കണ്ട് ചോദിച്ച് മനസ്സിലാക്കുക? അങ്ങാണല്ലോ മരണത്തിൻ്റെ അധിപൻ. അപ്പം മരിച്ചവരെയൊക്കെ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നത് അങ്ങയുടെ കലവറയിലാണ്. ആ കലവറ ഒന്ന് തുറന്ന് എനിക്ക് കാണിച്ചു തരണം. ഈ മരണാനന്തരം മനുഷ്യർക്ക് എന്ത് സംഭവിക്കുന്നു, അങ്ങയുടെ പരിരക്ഷണത്തിൽ എല്ലാവരും ശരിയാണോ അതോ മരണം മറിച്ചാണോ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്ന്. യമനാകെ കീഴ്താളം മറിഞ്ഞു. അയ്യോ, ഇതുവരെ ഒരൊറ്റ ആളും എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടില്ലല്ലോ. ഈ ബ്രഹ്മചാരി 3 ദിവസം ക്ഷമയോടുകൂടി പട്ടിണി കിടന്നു എൻ്റെ കുടുംബത്തിൻ്റെ വാതിലിൽ വന്ന്, നമ്മുടെ രാജധാനിയിൽ വന്ന്. അതിനുശേഷം ചോദിക്കുന്ന ചോദ്യം, അയ്യോ എൻ്റെ പൊന്നുകുട്ടാ, ഈ ചോദ്യം ചോദിക്കരുതേ, ഇതിന് പകരം ഞാൻ എല്ലാം തരാം, സർവ്വവിഭവങ്ങളും തരാം. ഇമാരാമാഹ സരഥാ സദൂര്യാഹ നഹീദൃശ ലംഘനീയാ മനുഷ്യൈഃ ആഭിർമത്പ്രത്താഭിഃ പരിചാരയസ്വ നചികേതോ മരണം മാനുപ്രാക്ഷീഃ. മരണത്തിനെക്കുറിച്ച് മാത്രം എന്നോട് ചോദിക്കരുതേ. അതിന് പകരം ഞാൻ ധാരാളം രാജ്യം തരാം. കണ്ണുകൊണ്ട് നോക്കി എത്ര വേണോ പറഞ്ഞാൽ മതി, മുഴുവനും ഏകഛത്രാധിപതിയായി വാഴിക്കാം. സുഖഭോഗങ്ങളെല്ലാം തരാം, സുന്ദരികളെ തരാം, നൃത്തം തരാം, പാട്ട് തരാം, വീണ തരാം, ഫിഡലാം, പുല്ലാങ്കുഴൽ തരാം, മൂർസിംഗ് തരാം, എല്ലാം തരാം. അവരൊക്കെ പാട്ടും ആട്ടും കൂത്തുമൊക്കെയായി ശുശ്രൂഷിച്ചുകൊണ്ട് ദീർഘകാലം വസിക്കൂ എന്ന് കേട്ടപ്പോൾ
ശ്രദ്ധിക്കുന്നുണ്ടോ? ആ കുട്ടി മറുപടി പറയുകയാണ്, ശോഭാവാമർത്യസ്യ യദന്തകൈതത് സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ അഭി സർവം ജീവിതമൽപമേവ തവൈവ വാഹാസ്തവ നൃത്യഗീതേ. ശോഭാവാമർത്യസ്യ യദന്തകൈതത്. ആർക്കായി തരാം എന്ന് പറയുന്നത്? മർത്യന്. ആർക്ക്? എന്താ ഈ മർത്യൻ എന്ന് പറഞ്ഞാൽ? മരിക്കാനുള്ളവൻ, മരിച്ചുകൊണ്ടിരിക്കുന്നവൻ. നമ്മളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊക്കെ വിചാരം എന്താ? ജീവിച്ചു കൊണ്ടിരിക്കണമെന്ന്. ഓരോ ശ്വാസം പോയാലും ജീവൻ ഒടുങ്ങുന്നുവോ അതോ കൂടുന്നുവോ? നിങ്ങളുടെ ഒട്ടാകെ ജീവിതത്തിൽ ഓരോ മിനിറ്റും കഴിയുകയോ ചെയ്യണത് അതോ കൂടുകയോ ചെയ്യണത്? ഞാനേ ഒരു ദിവസം ജീവിച്ചു, അതുകൊണ്ട് എനിക്ക് ആയുസ് ഒരു ദിവസം കൂടി, അങ്ങനെയാണോ എല്ലാവരും പറയുക? മർത്യസ്യ ശോഭാവ. ഈ തരാം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എൻ്റെ ശരീരം പോലെ എൻ്റെ മനസ്സ് പോലെ ക്ഷണികമാണ്. ഞാനോ ക്ഷണികൻ, ഞാനോ നശ്വരൻ. ഈ നശ്വര സുഖഭോഗങ്ങൾ എന്നോടുകൂടി ചേർന്ന് ഞാൻ അനുഭവിക്കുമ്പോൾ എൻ്റെ നശ്വരത വർദ്ധിക്കുകയുള്ളൂ, പെരുകി വർദ്ധിക്കുകയുള്ളൂ. ഇതൊക്കെ നശിക്കാനുള്ളതാണ്. മർത്യസ്യ യദന്തകൈതത്. അങ്ങയുടെ പേരെന്താ? അന്തകൻ, അന്തം വരുത്തുന്നവൻ. അപ്പം ഈ വസ്തുക്കൾക്ക് മുഴുവൻ അന്തം വരുത്തുന്നത് മാത്രമാണ് അങ്ങയുടെ ജോലി. എനിക്കും അന്തം വന്നുകൊണ്ടിരിക്കുക. അപ്പം അന്തമുള്ള ഞാൻ അതേപോലെയുള്ള വസ്തുക്കൾ കിട്ടിയിട്ട് എനിക്ക് എന്താണ് പ്രയോജനം? സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും തേജസ്സിനെ ഓരോ സുഖഭോഗവും അനുഭവിക്കുന്ന സമയത്ത് ആ ഇന്ദ്രിയഭോഗം കാർന്ന് തിന്ന് കണ്ട് കണ്ട് കണ്ണിന് തേജസ് കുറയും, കേട്ട് കേട്ട് കർണപുടങ്ങളുടെ തേജസ് കുറയും, കടിച്ച് കടിച്ച് പല്ല് തേയും, രുചിച്ച് രുചിച്ച് നാവ് തേയും. എന്താ അല്ല എന്ന് പറയാൻ ഇവിടെ വല്ലവരും ഉണ്ടോ? വയസ്സാകും തോറും തല നരയ്ക്കും, ത്വക്കൊക്കെ ചുളിയും. സർവേന്ദ്രിയാണാം ജരയന്തി തേജഃ. ഇന്ദ്രിയങ്ങളുടെ തേജസ്സിനെ ജരിപ്പിക്കുകയാണ് ഓരോ പദാർത്ഥവും, ഓരോ സുഖഭോഗവും. അഭിസർവം ജീവിതമൽപമേവ. ഇതിൽ 100 കൊല്ലം ആയുസ് തരാമെന്ന് പറയുന്നു. ഈ 100 കൊല്ലം എന്ന് പറയണത് എത്രയാ? ഇന്നലെ വരെ മൂക്ക് പിടിച്ച് ഉണ്ടു, ഇന്ന് ഊണ് കഴിക്കാനില്ലെങ്കിൽ ഇന്നത്തെ വിശപ്പ് ഇന്നലെ വരെ നല്ലോണം ഉണ്ടതിൻ്റെ പേരിൽ ഇന്നത്തെ വിശപ്പടങ്ങുമോ? എന്താ ഒരു മിണ്ടാത്തെ? ഇന്നത്തെ വിശപ്പ് മാറാൻ വേറെ തിന്നണ്ടേ? അപ്പം ഇത്ര കാലം തിന്നത് കൊണ്ട് ഇപ്പം എന്തുണ്ടായി? അഭിസർവം ജീവിതമൽപമേവ. 100 കൊല്ലം 100 കൊല്ലം ആരെങ്കിലും ജീവിക്കുമോ? അതോ ഒരേ ദിവസമായിട്ടോ ജീവിക്കുന്നത്? ഒരേ ദിവസമായിട്ട് 100 കൊല്ലം ജീവിച്ചാൽ എന്താ? 1000 കൊല്ലം ജീവിച്ചാൽ എന്താ? ഒരു ദിവസം ജീവിച്ചാൽ എന്താ? ജീവിക്കുന്നത് എപ്പോഴും ഒരു ദിവസമാണ്, ഒരു നിമിഷമാണ്, ഒരു മണിക്കൂറാണ്. തത്വവിചാരമാണ് നാം ചെയ്യുന്നത്. ശ്രോതാക്കളെ, പ്രേക്ഷകരെ, തത്വവിചാരം. ആ തത്വവിചാരത്തിൻ്റെ മുൻപിൽ നിങ്ങളുടെ ബുദ്ധിയെ പണയം വയ്ക്കരുത്, പണയം വയ്ക്കരുത്. ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കൂ, സ്വാമിജിയുടെ കൂടെ വരൂ. നിങ്ങളൊക്കെ ഓരോ ചിറകായി തീരണം എനിക്ക് പറക്കാൻ. തത്വവിചാരം, ആ ആകാശത്തിൽ, ചിദാകാശത്തിൽ പറക്കാൻ നിങ്ങളൊക്കെ ഓരോ ചിറകായിട്ട് ഭൂമാനന്ദ സ്വാമിജിയുടെ കൂടെ വരണം. അഭിസർവം ജീവിതമൽപമേവ. എത്ര ദീർഘകാലിക ജീവിതവും വാസ്തവത്തിൽ പരിശോധിച്ച് നോക്കിയാൽ ക്ഷണികമാണ്, അനന്തമാണ് കാലം. ആ അനന്തകാലത്തിൻ്റെ ചെറിയ ഒരു ശതമാനം എത്ര വരും? 100 വയസ്സ് ആയസ്സും ഇൻഫിനിറ്റ് മെഷർ ഓഫ് ടൈം എന്ന് പറയുന്നതും ഗ്രാഫിൽ വരച്ച് ആ 100 കൊല്ലം ഒന്ന് സൂചിപ്പിച്ചു തരൂ എനിക്ക്. ഒരു കുത്തുപോലും ഉണ്ടാവില്ല അത്. അതിനെയാണ് യമധർമ്മരാജാവ് പെരുപ്പിച്ച് പറയണത്, 100 കൊല്ലം തരാമെന്ന്. നചികേതസിൻ്റെ മനസ്സ് ഇളകിയില്ല, ബുദ്ധി ഇളകിയില്ല. നിങ്ങളുടെയൊക്കെയോ കൊള്ളാം തന്നേക്കൂ എന്ന് പറഞ്ഞ് മടങ്ങി വന്നിട്ടുണ്ടാവും. അഭിസർവം ജീവിതമൽപമേവ. അതുകൊണ്ട് എന്തു വേണം യമധർമ്മരാജാവേ? തവൈവ വാഹാസ്തവ നൃത്യഗീതേ. അങ്ങ് തരാം എന്ന് പറയുന്ന കുതിരകളും ആനകളും നൃത്തങ്ങളും സുന്ദരികളുമെല്ലാം അങ്ങയുടെ തന്നെ സുരക്ഷിതമായിരിക്കുന്ന ഉടമസ്ഥതയിൽ നിന്നുകൊള്ളട്ടെ. നചികേതസ്സിന് വേണ്ടേ വേണ്ട. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇവിടെ നമ്മൾ പഴംപുരാണം പറയേ അതോ നമുക്ക് വേണ്ട കാര്യങ്ങൾ പറയേ? ഈ ലോകവസ്തുക്കളോടും സുഖഭോഗങ്ങളോടും പ്രേക്ഷകരായിരിക്കുന്ന നിങ്ങൾക്കുള്ള പ്രതികരണം, നിങ്ങളുടെ വീക്ഷണം, നിങ്ങളുടെ വിലയിരുത്തൽ, നിങ്ങളുടെ സമീപനം, നിങ്ങളുടെ പരിഗണന നചികേതസ് പറഞ്ഞതുപോലെ ആവണം.
പറഞ്ഞതുപോലെ ആവണം. എല്ലാവരും ഓരോ നചികേതസ്സായി തീരണം. അഭി സർവം ജീവിതമൽപമേവ തവൈവ വാഹാസ്തവ നൃത്യഗീതേ ശോഭാവാമർത്യസ്യ യദന്തകൈതത് സർവേന്ദ്രിയാണാം ജനയന്തി തേജഃ അഭി സർവം ജീവിതമൽപമേവ തവൈവ വാഹാസ്തവ നൃത്യഗീതേ. ഇത് കഠോപനിഷത്തിലുള്ള ഒരു ശ്ലോകമാണ്. ശങ്കരാചാര്യർ വിവേക ചൂടാമണിയിൽ രത്ന ചുരുക്കമായി പറഞ്ഞിരിക്കുന്നു. എന്ത്? ശബ്ദാധിഭിഃ പഞ്ചഭിരേവ പഞ്ച പഞ്ചത്വമാഭുസ്വഗുണേന ബദ്ധാഃ കുരംഗമാതംഗപതംഗമീന ഭൃംഗാനരഃ പഞ്ചഭിരഞ്ജിതഃ കിം. ശബ്ദാദിഭിഃ പഞ്ചഭിരേവ പഞ്ച പഞ്ചത്വമാഭുസ്വഗുണേന ബദ്ധാഃ. നമ്മളൊക്കെ മനുഷ്യരാണ്, മനുഷ്യ ശരീരമാണ് നമുക്ക്. സമാന്തരമായ ശരീരങ്ങളാണ് പ്രാണികൾക്കും ബാക്കിയുള്ള ഇഴജന്തുക്കളടക്കം എല്ലാറ്റിനുമുണ്ട് ഈ അഞ്ചിന്ദ്രിയം. പക്ഷേ ഓരോ പ്രാണിക്ക് ഓരോ തരത്തിലുള്ള ഇന്ദ്രിയമാണ് ശക്തമായി കൂടുതൽ പ്രവർത്തിക്കുന്നത്. 5 എണ്ണത്തിന് ഉദാഹരിച്ച് പറഞ്ഞിരിക്കുകയാണ് ശങ്കരാചാര്യർ വിവേക ചൂടാമണിയിൽ. ശബ്ദാദിഭിഃ ശബ്ദം മുതലായിട്ടുള്ളത്, പഞ്ചഭിരേവ പഞ്ച പഞ്ചത്വമാഭുസ്വഗുണേന ബദ്ധാഃ. ശബ്ദം മുതലായിട്ടുള്ള ഇന്ദ്രിയ പദാർത്ഥം, ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനുള്ള പദാർത്ഥം. ശബ്ദം എന്ന് പറഞ്ഞാലും ഒരു പദാർത്ഥമാണ്. രൂപം, നിറം എന്ന് പറഞ്ഞാലും ഒരു പദാർത്ഥമാണ്. നിങ്ങളൊക്കെ എൻ്റെ മുമ്പിലിരിക്കണു. ഞാൻ എങ്ങനെയാണ് നിങ്ങളെ കണ്ടു മനസ്സിലാക്കുന്നത്? മുൻപന്തിയിലിരിക്കുന്ന സന്യാസിനിമാർ മിക്കവാറും അവരൊക്കെ ഒരു പ്രത്യേക നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിരിക്കുക. അവരുടെ ശരീരത്തിൻ്റെ നിറവും ആ വസ്ത്രത്തിൻ്റെ നിറവും വേർതിരിച്ച് എൻ്റെ കണ്ണിന് കാണാൻ പറ്റും. എന്നിട്ട് ഞാൻ ഓരോരുത്തരുടെയും ഉയരവും വണ്ണവും ഒക്കെ കണക്കാക്കുകയാണ്. ഈ ഉയരവും വണ്ണവും കണക്കാക്കുന്ന സമയത്ത് പ്രമാണം നിറമാണ്. മനസ്സിലാവുന്നുണ്ടോ? നിറത്തിൽ നിന്നാണ് ആകൃതി ഗണിക്കുന്നത്. അപ്പോൾ ഈ നിറം എന്ന് പറയുന്നതാണ് കണ്ണിൻ്റെ പദാർത്ഥം. ചെവിയുടെ പദാർത്ഥമാണ് ശബ്ദം. നാവിൻ്റെ പദാർത്ഥമാണ് രുചി, രസം. മൂക്കിൻ്റെ വാസന. പിന്നെയോ ത്വക്കിൻ്റെ, തൊലിയുടെ സ്പർശം. ഇങ്ങനെ ശബ്ദം തുടങ്ങിയിട്ടുള്ളതായ ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങളുണ്ടല്ലോ, ആ ശബ്ദാദിഭിഹി പഞ്ചഭിഹി എല്ലാം കൂടി 5 എണ്ണമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പഞ്ചത്വമാഭുസ്വഗുണേന ബദ്ധാഃ. ഈ പ്രാണികളെല്ലാം പഞ്ചത്വം കൈവരിച്ചു എന്ന് പറഞ്ഞാൽ 5 ഭൂതങ്ങൾ ചേർന്നിരിക്കുന്നതാണ് ശരീരം. 5 എണ്ണം ഒറ്റയ്ക്കായി അതാതിൽ ചേർന്നു എന്ന്, മരിച്ചു എന്നർത്ഥം. അതെങ്ങനെയാണത്? ഉദാഹരണം പറയുകയാണ്. സ്വഗുണേന ബദ്ധാഃ. ഓരോ ഇന്ദ്രിയത്തിൻ്റെ പദാർത്ഥം അനുഭവിക്കണം എന്നുള്ള അമിതമായി അടക്ക് വയ്യാത്തത്, നിയന്ത്രിക്കാൻ പറ്റാത്തത്, ചുക്കാൻ പിടിക്കാൻ പറ്റാത്തതായ ഒരാശ, അത്യാശ, അത്യാർത്തി ഉള്ളിൽ കടന്നുകൂടി അതിൻ്റെ പിന്നാലെ പോയി പോയി. ഏതൊക്കെയാ? കുരംഗ, മാതംഗ, പതംഗ, മീന, ഭൃംഗാദിഭിഹി 5 എണ്ണം. മാനുണ്ട്. ആ മാന് പ്രത്യേകമായിട്ടൊരു പാട്ട് അതിന് വലിയ ഇഷ്ടമാണ്. ആ പാട്ടങ്ങോട്ട് പാടിക്കഴിഞ്ഞാൽ അത് കേട്ടിങ്ങനെ നിൽക്കും. എങ്ങനെ കേട്ടു നിൽക്കുന്നറിയോ? നിശ്ചലമായിട്ട്. ആ നിശ്ചലമായിട്ട് അങ്ങനെ കേട്ടു നിൽക്കുമ്പോൾ വേടൻ അമ്പ ചെയ്ത് അതിനെ പിടിക്കും. ആനയോ മാതംഗം. ആന കൊമ്പനാനയെ പിടിക്കാൻ എന്താ ചെയ്യാന്നറിയോ? കുഴി കുത്തും. വലിയൊരു കുഴി കുത്തി അതിനെ ഭംഗിയായി മൂടി വൃക്ഷങ്ങളും വാഴകളും ഒക്കെ വയ്ക്കും. അവിടെ നിന്ന് ഒരല്പം ദൂരെ ഒരു പെണ്ണാനയെ കൊണ്ട് കെട്ടും. ആ പെണ്ണാന ഇതിന് കൂട്ടുനിൽക്കും കേട്ടോ. ഏതിന്? ഈ ആനയെ വീഴ്ത്താൻ. ആ പെണ്ണാന എന്നെയോ വീഴ്ത്തിയില്ലോ, ഇയാളും കൂടി ആയിക്കോട്ടെ. അപ്പോൾ ആ ആനയെ, പിടിയാനയെ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് എന്ത് ചെയ്യും? ആ കൊമ്പനാന ഇങ്ങോട്ട് വരുമ്പോൾ അതിന് വലിയ ഇഷ്ടമാണ് ഈ പിടിയാനയെ സ്പർശിക്കുന്നത്. സ്പർശമാണ് അവിടെ വലിയ പ്രമാണം. മാൻ്റെ കാര്യത്തിൽ ശബ്ദം, ഇവിടെയോ സ്പർശം. ആ പിടിയാനയെ കൊണ്ടുവന്ന് തുമ്പിക്കൈയെ കൊണ്ടുവന്ന് സ്പർശിച്ച് അങ്ങനെ തലോടി സുഖമനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പിടിയാന പതുക്കെ ഇങ്ങനെ ചവിട്ട് വെച്ച് മാറ്റി ആ കുഴിയിലാ കൊണ്ടങ്ങോട്ട് ചാടിക്കും. വലിയതാ മിടുക്ക അവൾക്കതിന്. നിങ്ങളറിയണ്ടോ? ആ പിടിയാന സൂത്രത്തിൽ ആ
എന്നെ തൊടാൻ വലിയ ഇഷ്ടമാണല്ലോ, ഒന്ന് ഇങ്ങോട്ട് മാറി ഒന്ന് അങ്ങോട്ട് മാറി എന്നൊരു കുഴിയുടെ തെറ്റത്ത് ചെന്ന് ആനയ്ക്ക് കൊമ്പനാനയ്ക്ക് എങ്ങനെയെങ്കിലും ഇതിലെ വരണം എന്നുള്ള നിലയിൽ സൂത്രത്തിൽ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞു. കുരംഗമാതംഗ പതംഗ, ഈ ഈയാമ്പാറ്റിയുണ്ട് അതുപോലെയുള്ള പ്രാണികൾ തീ അങ്ങോട്ട് ജ്വലിക്കുന്നത് കണ്ട, ആ പ്രകാശം കണ്ട അവർക്ക് അങ്ങോട്ട് പോകാതെ നിവൃത്തിയില്ല, പറ 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 പറന്നങ്ങോട്ട് ചെല്ലും. പതംഗ മീന്, മത്സ്യം എങ്ങനെയാ, എന്ത് കിട്ടിയാലും കടിക്കും. നിങ്ങൾ ഈ കുളത്തിലൊക്കെ ചെന്ന് വെറുതെ ഒരു തുരുപ്പെടുത്തിടൂ, വന്നങ്ങോട്ട് കപ്പെന്ന് വിഴുങ്ങും, എന്നിട്ട് ഭക്ഷണമല്ല എന്നറിഞ്ഞാൽ തുപ്പിക്കളയും. അതുപോലെ ഈ ചൂണ്ടലിട്ട് പിടിക്കുക, അതിന് വലിയ കാര്യം, ഞാൻ ചൂണ്ടിനെ കാട്ടി മത്സ്യം പിടിക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? കുരംഗമാതംഗ പതംഗ മീന ഭൃംഗാദിഭിഹി. വണ്ടുണ്ട്, അതിന് ചെമ്പകപ്പൂവിൻ്റെ ഗന്ധം വളരെ വിശേഷ. അത് കേട്ടാൽ അല്ലെങ്കിൽ കണ്ടാൽ അത് പിന്നെ തടുക്കാൻ പറ്റില്ല. അവിടെ ചെന്ന് ആ ചെമ്പകപ്പൂ ആസ്വദിക്കാൻ ചെല്ലുന്നതോടുകൂടി അതതിന് മരണകാരണമാണ്. ഇത് 5 പ്രാണികളുടെ കാര്യമാണ് പറഞ്ഞത്, ഓരോ ഇന്ദ്രിയത്തിൻ്റെ പിന്നാലെ പോകുന്നത്. മനുഷ്യനോ 5 ഇന്ദ്രിയവും കൂടി ഒട്ടിച്ചു വെച്ച് ഒരുപോലെ ശക്തമായിരിക്കുക. നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ ബാക്കിയുള്ളതൊക്കെ പ്രകൃതി ഭക്ഷണമാണ് കഴിക്കുക. നമ്മളോ വെച്ചിട്ട് എന്തൊക്കെയാ റെസിപ്പി, ബാപ്പരെ, ചൈനീസ് റെസ്റ്റോറൻറ്റ് അവിടെയും പോയി, ഇന്ത്യക്കാർ ജപ്പനീസ് റെസ്റ്റോറൻറ്റ്, യൂറോപ്യൻ, എന്തൊക്കെയാ. നമുക്ക് 5 ഇന്ദ്രിയവും കൂടിയിട്ടാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കണത്. അപ്പോൾ പഞ്ചഭിരഞ്ജിതഹിം, മനുഷ്യൻ്റെ സ്ഥിതി 5 ഇന്ദ്രിയങ്ങളും ശക്തമായി പ്രവർത്തിക്കുമ്പോൾ മനുഷ്യൻ്റെ സ്ഥിതി എത്രയാ? അവർ ഓരോരിക്കലും മരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 5 തവണ മരിക്കണം എന്നർത്ഥം. അതാണ് നമ്മുടെ സ്ഥിതി. നിങ്ങൾക്കിതൊക്കെ കേൾക്കുമ്പോൾ വാസ്തവത്തിൽ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായി തോന്നുന്നുണ്ടോ? ഇത് രസം തോന്നുന്നുണ്ടോ? ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? മുഴുവൻ നടത്താൻ പറ്റില്ലെങ്കിൽ ആദ്യമായിട്ട് ആസ്വദിക്കെങ്കിലും ചെയ്യും കേൾക്കുമ്പോൾ. ശബ്ദാദിഭിഃ പഞ്ചഭിരേവ പഞ്ച പഞ്ചത്വമാഭുസ്വഗുണേന ബദ്ധ കുരംഗമാതംഗ പതംഗമീന ഭൃംഗാദിഭി ഭൃംഗാനരഃ പഞ്ചഭിരഞ്ജിതഃ കിം. അപ്പം മനുഷ്യൻ്റെ സ്ഥിതി എന്താവണം എന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ വായുവിൽ നിന്ന് പഠിച്ച മൂല്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. വായു, പൃഥ്വി വായുരാകാശം, പൃഥ്വി വായു, ആ വായുവിൻ്റെ കാര്യം തന്നെയാണ് പിന്നെയും പറയണത്. വിഷയേഷ്വാവിശൻ യോഗി നാനാധർമ്മേഷു സർവതഃ ഗുണദോഷവ്യപേതാത്മാ ന വിഷജ്യേത വായുവത്. ആദ്യം പറഞ്ഞു നമ്മുടെ ശരീരം നിലനിൽക്കാനും വാക്കും മനസ്സും വേണ്ടതുപോലെ പ്രവർത്തിക്കാനും പറ്റിയ തരത്തിലുള്ള ഭക്ഷണസേവയെ നാം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പലതും അതിന് ഉദാഹരണമായി വൈരാഗ്യജനകമായി പലതും ഞാനത് വിശദീകരിച്ച് പറഞ്ഞു. ഇനി ഇതിൽ അദ്ദേഹം പറയുകയാണ്, വായുവിൽ നിന്ന് ഞാൻ ഒരു പ്രധാനപ്പെട്ട തത്വം, ഒരു മൂല്യം പഠിച്ചു. എന്താണത്? വിഷയേഷ്വാവിശൻ യോഗി നാനാധർമ്മേഷു സർവതഃ ഗുണദോഷവ്യപേതാത്മാ ന വിഷജ്യേത വായുവത്. ഈ വായു എങ്ങനെയാ? എല്ലാ സ്ഥലത്തും പ്രവേശിക്കും, എല്ലാ പ്രാണികളിലും ഉണ്ട്. എവിടെയൊക്കെ സ്ഥലമുണ്ടോ അവിടെയൊക്കെ വായു സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വായു ഒന്നിനോടും ഒരൊട്ടലില്ലാതെയാണ് കഴിഞ്ഞുകൂടുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് പുറത്തു പോകുമ്പോൾ അയ്യോ സ്വാമിജിയുടെ ഉള്ളിൽ കടന്നു, ഇനി ഞാൻ എങ്ങനെയാ പോവുക? ഇനി സ്വാമിജിയുടെ ഉള്ളിൽ നിന്ന് വല്ലത് കൊണ്ടുപോകണുണ്ടോ? നല്ലതായാലും ചീത്തയായാലും. അപ്പോൾ എല്ലാ ദിക്കിലും താൻ അവൈലബിളാണ്, ലഭ്യമാണ്. പക്ഷെ ഒന്നിൻ്റെയും ഗുണമോ ദോഷമോ താൻ ഉൾക്കൊള്ളുന്നുമില്ല. ഇപ്പോൾ സുഗന്ധങ്ങൾ, നല്ല പുഷ്പങ്ങളുള്ള സ്ഥലത്തു കൂടി വീശുന്ന വായു ഉണ്ടല്ലോ, ആ സുഗന്ധങ്ങളെയൊക്കെ കളക്ട് ചെയ്തിങ്ങനെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഇല്ലാത്ത സ്ഥലത്തേക്ക് വിതരണം ചെയ്യും. കുറച്ച് കഴിഞ്ഞാൽ മരുഭൂമിയിലെത്തിയാൽ അതിൻ്റെ കയ്യിലൊന്നുമില്ല. ഈ എടുക്കലും വിടലും ഒരുപോലെയാണ്, ഒന്നിനോടും ഒരൊട്ടലില്ല. അതുമാതിരി ഭൂലോകത്ത് ഏതോ അച്ഛനും അമ്മയ്ക്കും മക്കളായി നമ്മൾ ജനിച്ചു, കുറച്ചു കാലം ജീവിച്ചു, ഒരു പക്ഷേ കല്യാണം കഴിച്ചു, 4 കുട്ടികളും ഉണ്ട്, കുറച്ച് സമ്പാദിച്ചു, ഒരു വീട് കെട്ടി, അല്ല 2 ആയിക്കോട്ടെ, അതൊക്കെ കഴിഞ്ഞു, പോവാൻ കാലത്ത് പോയി, ഒരു കുഴപ്പമില്ല. ഇങ്ങനെയാണ് നിങ്ങൾ വേണ്ടത്. ഏതുപോലെ? വായുവെ പോലെ. എന്താ അത് സാധിക്കില്ലേ? നമ്മളൊക്കെ വാസ്തവത്തിൽ എന്ത് പുത്രന്മാരാ? അച്ഛനമ്മമാരും അച്ഛനമ്മമാരെ പോലെ നാം എല്ലാവരും ജനിച്ചത് ഭൂമിയിലാണ്, ഭൂസന്താനങ്ങളാണ്. വായുപുത്രന്മാരാണ്, ജലപുത്രന്മാരാണ്, ആകാശപുത്രന്മാരാണ്, അഗ്നിപുത്രന്മാരാണ് നമ്മൾ. അപ്പോൾ വായുവിനുള്ള ഗുണം നമുക്ക് നിശ്ചയമായിട്ടും വളർത്തിയെടുക്കാൻ സാധിക്കും. ശ്രദ്ധയുണ്ടെങ്കിൽ അതിനെ നോക്കിയാൽ മതി. ഗുണദോഷവ്യപേതാത്മാ നാനാധർമ്മേഷു സർവതഃ. എല്ലാ സമയത്തും പല വിധത്തിലുള്ള ധർമ്മങ്ങളിൽ നാം ഇറങ്ങിക്കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിലും
നമുക്ക് നല്ല കുട്ടികളുണ്ടാവാം, മോശം കുട്ടികൾ. ഒരാൾ എന്നോട് വന്ന് പറയുക, മനസ്സിൽ നിന്ന് ദുഃഖം പോകുന്നില്ല സ്വാമിജി. എന്താ അത്ര വലിയ ദുഃഖം? പ്രായമായില്ലോ, ഇനിയിപ്പോൾ എന്താ? വേറൊന്നുമല്ല, മക്കളെ ചൊല്ലി. അതെന്തിനാത്? മക്കളെ ചൊല്ലി അവർ ദുഃഖിക്കട്ടെ എന്ന്. നിങ്ങൾക്കെന്തിനാ ദുഃഖം? വേണ്ടാത്ത ചുമതലയൊന്നും എടുക്കണ്ട. നിങ്ങളുടെ ഗർഭത്തിൽ ഏതോ ഒരു ശിശു ജനിച്ചു എന്നുള്ളത് ശരിയാ, വളർത്തി എന്നുള്ളതും ശരിയാ, നിങ്ങളെ അഭിനന്ദിക്കുന്നു ഞാൻ. വളർത്തിയ കുട്ടിയെ ഒരു വര വരച്ചിട്ട് ആ വരേ കൂടി പോണം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അങ്ങനെ വരച്ച വരയിലേ നടക്കണു എന്നുള്ള കുട്ടി നല്ല കുട്ടിയല്ല. അപ്പോൾ ആ കുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ, ചുമലിന് മേപ്പുറത്ത് അവർ ഉയർന്നു കഴിഞ്ഞാൽ അവരവരെ വിടുക. നിങ്ങൾ ഓരോ ദിവസം പറയണം, മോനെ മോളെ നിങ്ങൾക്ക് വയസ്സായി, സ്വന്തം ഉത്തരവാദിത്വത്തോടുകൂടി ചുമതലാബോധത്തോടുകൂടി ജീവിക്കൂ. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് നിങ്ങളാണ് ചുമതലക്കാർ. നിങ്ങളുടെ വീക്ഷണം നിങ്ങളുടെ വീക്ഷണമാണ്. ആവശ്യമുള്ളപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഈ വളർത്തുക എന്ന് പറയണത് ഒരു പരിധി വരെയേ ഉള്ളൂ. പറഞ്ഞു കൊടുത്തിട്ടുള്ള ബുദ്ധിയും കെട്ടിക്കൊടുത്തിട്ടുള്ള ചോറും അധിക ദിവസം ഇരിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ അച്ഛനമ്മമാരല്ല. അല്ല. ആരാന്ന് എനിക്കറിയില്ല. വല്ല പുതിയ വാക്ക് നാളെ ഉണ്ടാക്കിക്കൊണ്ടുവരാം. പ്രായപൂർത്തി വന്നു എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി വന്നത് തന്നെ. ആ പ്രായപൂർത്തി നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ച് അങ്ങോട്ട് വിട്ടുകൊടുക്കണം. മക്കളെ ചൊല്ലിയിട്ടാണ് അത്രേ ദുഃഖം, വേറെ ഒന്നുമില്ലേ മനുഷ്യന്? നിങ്ങളുടെ മക്കളെന്ന് പറയാൻ എന്താ ഇവിടെ ഉള്ളത്? ഇവിടെ ഉള്ളതൊക്കെ വിട്ടിട്ട് പോകാനുള്ളതാണല്ലോ, കൊണ്ടുപോകാനുള്ളതൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് നല്ല പോലെ മനസ്സിലാക്കണം. ഈ പാഠമാണ് ഞാൻ പഠിച്ചത്. ഗുണദോഷ വ്യഭേദാത്മാ. ഈ വാക്ക് എഴുതി വെച്ച് പഠിക്കൂ. ഗുണദോഷ വ്യഭേദാത്മാ. ഗുണദോഷങ്ങളുടെ യാതൊരു സ്പർശവുമില്ലാതെ വായു എങ്ങനെ പല വിധത്തിലുള്ള ദുർഗന്ധങ്ങളിലൂടെയും സുഗന്ധങ്ങളിലൂടെയും സഞ്ചരിക്കണു, അകത്ത് കിടക്കണു, പുറത്തേക്ക് വരണു, വീട്ടിലുണ്ട്, അപ്പുറത്തുണ്ട്, ശ്മശാനത്തിൽ ശവദാഹം നടത്തുമ്പോൾ അവിടെയും ചെല്ലും കാറ്റിന് സഹായത്തിന്. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രവൃത്തികൾ ചെയ്താലും ആ വായുവിന് ഒരിടത്തിൽ നിന്നും ഒരു ഗുണമോ ദോഷമോ അതിൽ തങ്ങി നിൽക്കുന്നില്ല. അതുപോലെ നിർമ്മലനായി, നിസ്സംഗിയായി, നിർലിപ്തനായി, നിർബാധിതനായി ജീവിക്കണം. ഇതാണ് വായുവിൽ നിന്ന് പഠിക്കാനുള്ള പാഠം. എങ്ങനെയുണ്ട്? നിങ്ങൾക്കും ഇല്ലേ ഇത്തരം ബുദ്ധികൾ? ഇങ്ങനെയുള്ള ബുദ്ധിയുണ്ടല്ലോ, മനുഷ്യബുദ്ധി. ഓരോന്നിനെയും കണ്ടു പഠിക്കൂ. അത് പഠിക്കാതെ കാലത്തെണീറ്റ് വൈകുന്നേരം വരെ ബാക്കിയുള്ളവരുടെ കുറ്റവും പെറുക്കി അങ്ങനെ ചെല്ലി ഞാൻ കൽക്കട്ടയിലിരിക്കുന്ന സമയത്ത് ഒരാൾ പറയാ, ഒരു ട്രിപ്പിൾ ഗ്രാജുവേറ്റ് ആയിരുന്നു ഞാൻ, അന്ന് ചെറിയ കുട്ടിയാണ്. അങ്ങോട്ട് പറയാ, നിങ്ങൾ എന്താ അങ്ങനെ പറയണേ? വല്ലവരെയും കുറ്റം പറയരുത്, അവനോന് കുറ്റമില്ലേ എന്ന്. അവനോൻ്റെ കുറ്റം ഇല്ലാതെയായിട്ട് പിന്നെ ഒരാളുടെ കുറ്റം പറയാൻ പറ്റുമോ? അങ്ങോട്ട് ന്യായ. അവനോൻ്റെ കുറ്റം ഇല്ലാതെയായിട്ടൊരാളെ കുറ്റം പറയാൻ പറ്റുമോ? ചിലർക്ക് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാലേ ഉണ്ട ചോറ് ദഹിക്കൂ. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. എന്തിനാപ്പം അതിന് പോണത്? നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ. അപ്പോൾ വായുവിനെ പോലെയുള്ള ഒരു നിർലിപ്തത നിങ്ങളെല്ലാവരും വളർത്തിയെടുക്കണം. ന വിഷജ്ജേത വായുവത് യോഗസന്യസ്ത കർമാണം ജ്ഞാനസംഛിന്ന സംശയം ആത്മബന്ധം ന കർമാണി നിബദ്ധന്തി ധനഞ്ജയ. ശ്രീകൃഷ്ണൻ അർജുനോട് പറയാണ്, യോഗസന്യസ്ത കർമാണം. എന്ത്? നിങ്ങൾക്കിപ്പോൾ ഞങ്ങളെപ്പോലെ സന്യാസിയാവാൻ ഒരു പക്ഷേ പലർക്കും സാധിച്ചു എന്ന് വരില്ല. നിങ്ങൾ സന്യാസിയായിട്ടല്ല ശരീരം വിടാൻ പോണത്, എനിക്കറിയാം. ഇതിൻ്റെ ഉള്ളിലിപ്പോൾ സന്യാസിമാരല്ലാത്തവരെ, ഈ സദസ്സിലുള്ളവരെ എത്ര പേര് സന്യസിക്കാവോ? ഒരു 1/2 ഡസൻ ആൾക്കാരുണ്ടാവുമോ? ഇല്ല എന്നാ പറയണേ. ഇതിൻ്റെ ഇടയിൽ ഈ സദസ്സിൽ 2 ആശ്രമേ നിങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് പകുതി മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യത്വം മുഴുവനാവാൻ വേണ്ടി വാനപ്രസ്ഥം സന്യാസം എന്ന് പറയുന്ന 2 ആശ്രമവും കൂടി എടുത്ത് ഈ ലോകം വിടുന്നവരെ എത്ര പേരുണ്ടാവുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആരുമില്ലാന്ന്. നല്ല ഭാഗവത തത്വസമീക്ഷാ സത്ര. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ പരീക്ഷിത്താവണമെന്നാണ് പറയണേ. അപകടമൊക്കെ ചെയ്തിട്ട് വേണോ അങ്ങനെ ആവാൻ. അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ്. എന്താത്? യോഗസന്യസ്ത കർമാണം. സന്യാസം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരവസ്ഥയാണ്, ഒരു നേട്ടമാണ്. ആ മനസ്സിൽ തോന്നുന്ന ത്യാഗസമ്പന്നതയാണ് വാസ്തവത്തിൽ സന്യാസം. ഞങ്ങളൊക്കെ ഈ വേഷവും തലമൊട്ടയടിക്കലും ഒക്കെ നടത്തിയിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സന്യാസം എന്ന് പറയുന്ന ജീവിതവൃത്തിയെ കൂടുതൽ സമ്പന്നമാക്കാനും ആ പെഴ്സൂട്ട്, ആ അനുധാവനം സുഗമമാവാനും വേണ്ടിയിട്ടാണ് സന്യസിച്ചിരിക്കുന്നത്. പക്ഷേ സന്യാസം എന്ന് പറയുന്ന ആ മേന്മ, ആ ഗുണം, ആ
ആ അച്ചീവ്മെൻ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ആവാം. അപ്പം ശ്രീകൃഷ്ണൻ അർജുനനോട് പറയാണ്, ഈ യുദ്ധം ചെയ്യുന്നതിന് മുൻപ് തന്നെ അർജുന നീ യോഗസന്യസ്തനാകണം എന്ന്. ഈ രണഭൂമി വിട്ടുപോയി സന്യസിക്കുകയല്ല വേണ്ടത്. രണഭൂമിയിൽ ഇരുന്നു കൊണ്ട് തന്നെ യുദ്ധം ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിന്റെ എല്ലാ പ്രവൃത്തികളും ഞാനല്ല ചെയ്യുന്നത്, പ്രകൃതിയാണ് ചെയ്യുന്നത്, എനിക്കിതിൽ ഉടമസ്ഥാവകാശമില്ല, മമതയില്ല, അഹങ്കൃതഭാവമില്ല എന്ന് പറഞ്ഞ് ആ ഇഗോയിസം, അഹങ്കാരവും മമതയും അങ്ങോട്ട് ത്യജിക്കണം. അങ്ങനെ യോഗത്താൽ യോഗബുദ്ധിയാൽ സന്യസ്തകർമാവായി ജ്ഞാനസംഛിന്ന സംശയം, ജ്ഞാനം ആത്മജ്ഞാനം തന്നെ അവസാനം ആ ശരിയായിട്ടുള്ള ജ്ഞാനം കൈക്കലാക്കി എല്ലാ വിധത്തിലുള്ള സംശയത്തെയും തീർത്ത് ആത്മബന്ധം, അവനവൻ്റെ ഇന്ദ്രിയങ്ങൾ മനസ്സിൻ്റെ ചൊൽപ്പടിക്ക്, മനസ്സ് ബുദ്ധിയുടെ ദിശയ്ക്ക് അനുസരിച്ച് ബുദ്ധിയാകട്ടെ പരമാത്മപ്രകാശം പ്രസ്ഫുരിച്ചുകൊണ്ട് അങ്ങനെ സംയുക്തമായ ഒരു വ്യക്തിത്വത്തോടുകൂടി ആത്മബന്ധം ന കർമാണി നിബദ്ധന്തി ധനഞ്ജയ. അങ്ങനെ ഈ ലോകത്തിൽ എന്ത് പ്രവൃത്തി ചെയ്താലും, ഭീഷ്മരും ദ്രോണരും ഇവർ നിന്റെ സൈന്യത്തിൽ നിന്ന് ശരമേറ്റോ മറ്റു പ്രകാരത്തിലോ മരിക്കാൻ പോവാണ്. അപ്പോൾ ഒരു നിലയ്ക്ക് നിങ്ങൾ ഘാതകന്മാരും അവർ വധിക്കപ്പെടുന്നവരും ആകാൻ പോണു. അങ്ങനെയാണെങ്കിലും അതിൽ നിന്ന് നിനക്ക് പാപമുണ്ടാവില്ല. ഈ പാപം രചിക്കുന്നത് മുഴുവൻ നമ്മുടെ മനസ്സാണ്. ആ മനസ്സിനെ യോഗത്തിലൂടെ സന്യസ്തമാക്കി തീർക്കൂ. സർവത്രാഹമകർത്തേതി ദൃഢഭാവനയാനയ പ്രവാഹപതിതം കർമ്മ കുറുവന്നപി ന ലിപ്യതേ. വായുവിൽ നിന്ന് നിർലിപ്തത പഠിച്ചു എന്നാണല്ലോ പറയുന്നത്. ആ നിർലിപ്തത എങ്ങനെയാ? സർവത്രാഹമകർത്തേതി. വസിഷ്ഠൻ ശ്രീരാമനോട് പറയാണ്, എന്തെല്ലാം എവിടെയെല്ലാം നടക്കുന്നുണ്ടോ അവിടെ മുഴുവനും സർവത്ര എല്ലായിടത്തും അഹം അകർത്ത ഇതി, ഞാനല്ല കർത്ത, എനിക്ക് കർത്തൃത്വമില്ല. എൻ്റെ കണ്ണ് കാണുന്നതിൽ എനിക്ക് എന്താ കർത്തൃത്വം? കണ്ണ് ഞാൻ രചിച്ചതല്ല, കാഴ്ച എന്ന് പറയുന്ന ശക്തി എനിക്കുള്ളതല്ല, പ്രകാശം സൂര്യപ്രകാശം ഞാൻ രചിച്ചതല്ല, വസ്തുക്കളും ഞാൻ രചിച്ചതല്ല. വസ്തുക്കൾ എൻ്റെ സൃഷ്ടിയല്ല, പ്രകാശം എൻ്റെ സൃഷ്ടിയല്ല, കണ്ണെൻ്റെ സൃഷ്ടിയല്ല, കാഴ്ചയും എൻ്റെ സൃഷ്ടിയല്ല. പിന്നെ എന്തിനാ കണ്ടതിനെ നിങ്ങൾ ഞാൻ കണ്ടു എന്ന് പറയണത്? മനസ്സിലാവുന്നുണ്ടോ? സർവത്രാഹമകർത്തേതി, എല്ലായിടത്തും ഞാൻ അകർത്താവാണ് എന്ന് നല്ല പോലെ ഉറച്ചുകൊണ്ട് ദൃഢഭാവനയാനയ, ഇതൊരു ഭാവശുദ്ധിയാണ്, ഒരു ഭാവപവിത്രതയാണ്. ആ ഭാവനാരൂപത്തിൽ ഇങ്ങനെ ദൃഢമായിരുന്ന് പ്രവാഹപതിതം കർമ്മ കുർവൻ, ഇത് പ്രവൃത്തി ഇല്ലാതെ ഇരിക്കുന്നവന് പറഞ്ഞു കൊടുക്കുന്നതല്ല, പ്രവർത്തിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുന്നതാണ്. പ്രവാഹപതിതം കർമ്മ, ഓടിക്കൊണ്ടിരിക്കുന്ന നദി എന്ന് പറഞ്ഞാൽ തന്നെ ഒഴുകുന്നതാവണം. ആ നദിയിൽ ഒരു മരത്തടി എടുത്തിട്ടാൽ ആ നദി എങ്ങനെ ഒഴുകുന്നുവോ അതുപോലെ മരത്തടിയും നീങ്ങും. അതുമാതിരി പ്രകൃതി പ്രവാഹത്തിൽ പൊന്തിക്കിടക്കുന്ന ഒരു മരത്തടിയാണ് ഞാൻ, എൻ്റെ വ്യക്തിത്വം എന്നുള്ള ഭാവത്തോടുകൂടി ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞോളൂ. അങ്ങനെ വന്നാലോ കുറുവന്നപി ന ലിപ്യതേ, എന്ത് പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തിയിൽ നിന്ന് ഒരു വിധത്തിലുള്ള ലേപനമോ സംഘമോ ഉണ്ടാവില്ല. അപ്പം സംഘമുണ്ടാക്കുന്നത് മനസ്സാണ്. തെറ്റായിട്ടുള്ള വിലമതിപ്പിലൂടെ, തെറ്റായിട്ടുള്ള പരിഗണനയിലൂടെ അതങ്ങോട്ട് മാറ്റണം എന്ന് വരുമ്പോഴോ എങ്ങനെയാ മാറ്റുക? ഈ വഴിക്ക് അങ്ങോട്ട് മാറ്റുക. സർവത്രാഹമകർത്തേതി ദൃഢഭാവനയാനയ പ്രവാഹപതിതം കർമ്മ കുർവന്നപി ന ലിപ്യതേ. യഥാകാശസ്ഥിതോ നിത്യം വായുഃ സർവത്ര ഗോമഹാൻ തഥാ സർവാണി ഭൂതാനി മത്സ്ഥാനീത്യുപധാരയ. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയാണ്, 9-ാം അധ്യായത്തിൽ 6-ാം ശ്ലോകം, യഥാകാശസ്ഥിതോ നിത്യം വായുഃ സർവത്ര ഗോമഹാൻ. ആകാശസ്ഥിതമായിരിക്കുന്ന വായു എങ്ങനെയാണോ സർവത്ര ഗഹ, എന്നും സർവത്ര വ്യാപിച്ചിരിക്കുന്നത്, തഥാ സർവാണി ഭൂതാനി മത്സ്ഥാനീത്യുപധാരയ. എല്ലാ ദിക്കിലും പരന്നിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ് എങ്ങനെയാണോ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നത്, അതേപോലെ എല്ലാ ഭൂതങ്ങളും എന്നിലാണെന്ന്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നു?
എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന കാറ്റ് ആകാശത്തിലാണല്ലോ അതിൻ്റെ നിൽപ്പ്. അതുപോലെ സർവ്വഭൂതങ്ങളും നിൽക്കുന്നത് ഈശ്വരനിലാണ്. അപ്പം നിങ്ങൾ നിൽക്കുന്നതോ? അതിന് പുതിയൊരു നിയമമുണ്ടോ? അങ്ങനെ തന്നെ വിചാരിച്ച് അങ്ങോട്ട് ഇരിക്കുക. സക്താഃ കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വാംസ് തഥാസക്തഃ ചികീർഷുഃ ലോകസംഗ്രഹം. ഭഗവത്ഗീതയിൽ പറയാണ്, സക്താഃ കർമ്മണ്യ അവിദ്വാംസോ യഥാ കുർവന്തി ഭാരത. ഞാനിങ്ങനെ നിങ്ങളിൽ നിന്ന് ഇത്ര ദൂരെ ഇരുന്ന് ഞാനിത് വിവരണം നൽകിയാൽ നിങ്ങൾക്കിത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. വളരെ വിശേഷപ്പെട്ട ഒരു സത്യമാണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണോ സാധാരണ ജനങ്ങൾ, അവരെ കൃഷ്ണൻ പറയണത് അവിദ്വാംസഹ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവർ. എന്ത്? മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അജ്ഞന്മാർ, മൂഢന്മാർ. ആ മൂഢന്മാരെങ്ങനെയാ? സക്താഃ കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത. ഹേ ഭാരത, അവിദ്വാൻമാർ, അറിവില്ലാത്തവർ വളരെ സംഘത്തോടുകൂടി, ഒട്ടലോടുകൂടി എങ്ങനെയാണോ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്. ഇനി പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. സാധാരണക്കാർ ഒട്ടലോടുകൂടി അറിവില്ലായ്മയാൽ എല്ലാ പ്രവൃത്തികളും ഒട്ടലോടുകൂടി എങ്ങനെ ചെയ്യുന്നുവോ അതേപോലെ വേണം അറിവുള്ളവനും ചെയ്യാൻ. അപ്പോൾ പ്രവൃത്തി ചെയ്യുന്നതിൽ ഒരു മാറ്റവും വരുത്തരുത്. സാധാരണക്കാരെങ്ങനെ പ്രവർത്തിക്കുമോ അതുപോലെ ശുഷ്കാന്തിയോടുകൂടി, ശേമുഷിയോടുകൂടി, ഉത്സാഹത്തോടുകൂടി, ഉണർവോടുകൂടി, ഉജ്ജ്വലതയോടുകൂടി ദൃഷ്ടാന്തം രചിച്ചുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. പക്ഷെ ആ പ്രവർത്തിക്കുന്നത് എങ്ങനെയാവണം? കുര്യാദ് വിദ്വാൻ തഥാ അസക്തഃ. സംഘമില്ലാതെ ചെയ്യണം. സാധാരണക്കാർ ചെയ്യുന്നത് സംഘത്തോടുകൂടി, വിദ്വാൻ ചെയ്യുന്നതോ സംഘമില്ലാതെ. ചികീർഷുഃ ലോകസംഗ്രഹം. എന്താ ആ വിദ്വാൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം? ലോകസംഗ്രഹത്തിന് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. നിങ്ങളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്താ? എനിക്ക് ഇഷ്ടമായിട്ട് കല്യാണം കഴിക്കണു, ഇഷ്ടമുള്ള ആളെ. എന്തിന്? ഇഷ്ടമായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ. ഇതല്ലേ നിങ്ങളുടെ വിചാരം? എന്നിട്ട് വീട്ടിൽ എനിക്ക് 2 കുട്ടിയുണ്ടായി. ആ വിചാരമല്ല വിദ്വാൻ ഉണ്ടാവുക. നമ്മുടെ മഹർഷിമാർക്കും ഇവിടെ സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണനും സന്താനം ഉണ്ടായിട്ടുണ്ട്, രാമനും ഉണ്ടായിട്ടുണ്ട്. ആ സന്താനങ്ങളൊക്കെ എങ്ങനെയാ? ലോകസംഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ വീട്ടിലൊരു കുട്ടി ഉണ്ടായി എന്നുണ്ടെങ്കിൽ വീട്ടിൽ കുട്ടിയായിക്കോട്ടെ, പക്ഷേ ആ ആള് രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും പൗരനല്ലേ? ആ പൗരബോധം നിങ്ങൾക്കുണ്ടോ? ഇല്ല. നാണിച്ചോളൂ. മനുഷ്യനാണെന്ന് പറയാൻ ലജ്ജ തോന്നണം. ഇവിടെ ഈ ലോകത്തിലുള്ള ജനങ്ങൾ മുഴുവൻ അമ്മ പെറ്റ കുട്ടികളാണ്, ഒറ്റയ്ക്കൊറ്റയ്ക്ക് പെറ്റ കുട്ടികളാണ്. പക്ഷേ ഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ അവർ ഭൂമിപുത്രന്മാരും പുത്രിമാരുമായി ലോക പൗരന്മാരാണവർ. അവർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടുള്ള പ്രൊഡക്ടിവിറ്റി എവിടേക്കാണ് പോകുന്നത്? ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു ഉദ്യോഗം ഭരിക്കാം, ആ ഉദ്യോഗത്തിന് നിങ്ങൾക്ക് എന്തോ ശമ്പളം തരുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ അവിടെ ചെയ്യുന്നതായ ഉത്പന്നമുണ്ടല്ലോ, ആ ഉത്പന്നം ആർക്കാ? അതിൻ്റെ ഉടമസ്ഥനോ നിങ്ങൾക്കോ അല്ല, അത് ലോകത്തിന് വിനിയോഗിക്കാൻ വേണ്ടിയാണ്. സോ എവറി ഇൻഡിവിജ്വൽ, in spite of whatever he thinks or does, is actually contributing a certain measure of productivity which is really and verily and ultimately utilized by the society at large. വിശാലമായിരിക്കുന്ന സമാജമാണ് ഇത് അനുഭവിക്കുന്നത്, വേറെ ഒരൊറ്റ ആളുമല്ല. അപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലി ആർക്ക് വേണ്ടിയിട്ടാ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാ? നിങ്ങളെ എംപ്ലോയ് ചെയ്യുന്ന എംപ്ലോയറിന് വേണ്ടിയിട്ടാണോ? അല്ല. അത് ലോകത്തിൻ്റെ ഉത്പാദനത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്ന പ്രവൃത്തി. എല്ലാവരുടെയും അങ്ങനെയാ. ആ വിചാരം നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. ചികീർഷുഃ ലോകസംഗ്രഹം. അപ്പം എവിടെയാണ് തിരുത്ത്? നമ്മുടെ വീക്ഷണത്തിലാണ് തിരുത്ത്, നമ്മുടെ ദർശനത്തിലാണ് തിരുത്ത്, നമ്മുടെ വിലയിരുത്തലിലാണ് തിരുത്ത് വരേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് കടുകുമണിയോളമുള്ള ഒരു വീക്ഷണമേ ഉള്ളൂ. കിണറ്റിൽ കിടക്കുന്ന ഒരു തവളയാ. അറ്റ്ലീസ്റ്റ് ഒരു തടാകത്തിലാവൂ, സമുദ്രത്തിലാവാൻ പറ്റിയില്ലെങ്കിൽ. അങ്ങനെ കിണർ എന്ന് പറയുന്ന പരിമാണത്തിൽ നിന്ന് വളർന്ന് തടാകത്തിലായി, അവിടുന്ന് അങ്ങോട്ട് സമുദ്രത്തോളം എത്തി ആകാശത്തോളം വ്യാപിക്കണം. അതാണ് നമ്മുടെ മനസ്സിൻ്റെ ഉദ്ദേശം. എന്താ ഇത് സാധിക്കില്ല എന്നുണ്ടോ? ഒറ്റ മറുപടി പറയില്ല. ഇത് സാധിക്കില്ലേ എന്നാ ചോദിക്കണേ.
പോട്ടെ, ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഉറുമ്പിനോടും ഒട്ടകത്തിനോടും സംസാരിക്കാം, മനുഷ്യരോട് സംസാരിക്കില്ല. ഈ വികാസം എന്തുകൊണ്ട് സാധിക്കില്ല? പഞ്ചവത്സര പദ്ധതി എന്തിനു വേണ്ടിയിട്ടാ? രാജ്യത്തിൻ്റെ വികാസത്തിന് വേണ്ടിയിട്ടാ. ഭൂമാനന്ദ സ്വാമിജിയുടെ പഞ്ചവത്സര പദ്ധതി എന്താ? മനസ്സിൻ്റെ വികാസത്തിന് വേണ്ടിയിട്ടാ. മറ്റതൊരു പക്ഷേ നടന്നില്ല എന്ന് വരും, ഇത് പൂർണ്ണമായിട്ടും നടക്കും. അപ്പം വികാസം എന്ന് പറയുന്നത് മനുഷ്യന് സ്വായത്തമായിട്ടുള്ളതാ, ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. ഇനി ആകാശത്തിനെ പറ്റി പറയുകയാണ്. പൃഥിവീ വായുരാകാശം ആപോഗ്നിശ്ചന്ദ്രമാ രവിഃ അന്തർഹിതശ്ച സ്ഥിരജംഗമേഷു ബ്രഹ്മാത്മഭാവേന സമന്വയേന വ്യാപ്ത അവ്യവച്ഛേദമസംഗമാത്മനോ മുനിർനഭസ്ത്വം വിതതസ്യ ഭാവയേത്. ആകാശം, ആകാശം, 3 അക്ഷരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും നിങ്ങൾ വീടിൻ്റെ പുറത്ത് കിടന്ന് ആ തുറന്ന് കിടക്കുന്ന വിലാസമായിരിക്കുന്ന ആകാശത്തെയും നക്ഷത്രങ്ങളെയും നോക്കി ഒരമണിക്കൂർ നിങ്ങൾ ചെലവ് ചെയ്യാറുണ്ടോ? കുറച്ച് ദിവസം ഈ ക്ഷേത്രത്തിൽ ഓടിപ്പോണതൊന്ന് നിർത്തുക, എന്നിട്ട് വീടിൻ്റെ പുറത്ത് കിടന്ന് ഇങ്ങനെ ആകാശം നോക്കി അങ്ങോട്ട് നിൽക്കൂ, അല്ലെങ്കിൽ കിടക്കൂ. ആ ആകാശം കാണുമ്പോൾ ആ ആകാശത്തിൻ്റെ ഒരു പ്രതിഫലനം നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നുണ്ടോ? എന്താ മിണ്ടാത്തേ? അപ്പം നിങ്ങളുടെ മനസ്സ് ആകാശത്തിന് പ്രതിഫലിപ്പിക്കുമ്പോൾ ആ മനസ്സിലൊരു ആകാശവ്യാപ്തി സ്വയം വരില്ലേ? നേരെ മറിച്ച് ഒരു ബിംബത്തിനെ നോക്കിയാൽ അത് വരുന്നുണ്ടോ? സത്യം പറയുമ്പോൾ എന്താ നിങ്ങൾ ചുളിയുന്നുണ്ടാ? നേരെ മറിച്ച് ആകാശത്തിന് നോക്കിയാലോ? ഈ ആകാശമാണ് സർവത്തിനെയും ഉൾക്കൊള്ളുന്നത്. ആ ആകാശത്തിന് നോക്കി നമുക്ക് പലതും പഠിക്കാനുണ്ട്. ദാ ഈ അവധൂതൻ പറയുന്നു, അന്തർഹിതശ്ച സ്ഥിരജംഗമേഷു ബ്രഹ്മാത്മഭാവേന സമന്വയേന വ്യാപ്ത അവ്യവച്ഛേദം അസംഗമാത്മനോ മുനിർനഭസ്ത്വം വിതതസ്യ ഭാവയേത്. ഈ ആകാശത്തിനെ കണ്ടിട്ട് എന്താ ഞാൻ പഠിച്ചത് എന്ന് വെച്ചാൽ, നഭസ്ത്വം വിതതസ്യ ഭാവയേത് ആത്മനഃ. എങ്ങനെയാണോ ഈ ആകാശം ബാക്കി 4 ഭൂതങ്ങളിലും വ്യാപിച്ച് അകത്തും പുറത്തും പ്രസരിക്കുന്നത്, വ്യാപിക്കുന്നത്, അതേമാതിരി മുനിയുടെ മനസ്സും ആകാശ സമമായി തീരണം. നാം ജനിച്ചതൊരു വീട്ടിൽ ശരീരത്തോടുകൂടി. ആ വീട്ടിൽ ജനിച്ചാലും നാം കാണുന്നതും വ്യവഹരിക്കുന്നതും ലോകമായിട്ടാണ്. അതോ വീട് മാത്രമായിട്ടോ? ഏത് വീട്ടുകുട്ടിയെയും നിങ്ങൾ എന്ത് ചെയ്യണു? ആദ്യമായിട്ട് എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകും, സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ആ സ്കൂളിൽ എന്താ, കുറേ ദൂരമായിരിക്കാം സ്കൂള്, അനവധി കുട്ടികളെ കണ്ടു, പോകുന്ന വഴിക്ക് നിരത്തുകളുണ്ട്, പലതും കണ്ടു. അങ്ങനെ നമ്മുടെ വ്യവഹാരം എപ്പോഴും, വ്യവഹാരം എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷൻ, സമ്പർക്കം എപ്പോഴും ലോകമായിട്ടാ, വീടായിട്ടല്ല. വീട്ടിൽ ജീവിക്കണു, താമസിക്കണു എന്നുള്ളത് ശരിയാ, നമ്മുടെ സമ്പർക്കം ലോകമായിട്ടാണ്. അപ്പോൾ ലോകമായിട്ട് സമ്പർക്കം നടക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടും വീട്ടംഗങ്ങളുമെല്ലാം. അതിൽ ആ ലോകം എന്നൊരു ഭാവം നമ്മുടെ മനസ്സിൽ വന്നില്ലെങ്കിൽ ഈ വീട്ടിൽ ജനിച്ചതുകൊണ്ട് എന്താ കാര്യം? ഒന്ന് ആലോചിച്ച് നോക്കൂ. വ്യാപ്ത്യ അവ്യവച്ഛേദം അസംഗം ആത്മനഃ. ഈ പെർമിയേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്താണ് വ്യാപകത്വം? ഈ ആകാശത്തിന് മാത്രമാണ് സർവവ്യാപകമായിരിക്കുന്ന ഒരു ഭാവം, ഒരു ശക്തിയോ ഗുണമോ ഉള്ളത്. അപ്പം ആകാശത്തിനെ കണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്തത്? എൻ്റെ മനസ്സ് ശരീരത്തിനെ പോലെ ആയി. എനിക്കിതിനെപ്പറ്റി ചില സംഗതികൾ പറയാനുണ്ട്, പറയട്ടെ ഞാൻ. നാം അധിവസിക്കുന്നത് ഭൂമിയിലാണ്. കോടാനുകോടി ഗോളങ്ങളുണ്ട് ആകാശമണ്ഡലത്തിൽ. അതിൽപ്പെട്ട നിസ്സാരമായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ഒരു ഗോളമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അതിലുള്ള ഒരു ജീവി, മനുഷ്യജീവിയാണ് നാം. ഈ ആകാശത്തിൽ എത്ര കണ്ട് ഗോളങ്ങളുണ്ട്. ഓരോ ഗോളത്തിൽ നിന്നും പുറപ്പെടുന്ന ശക്തികളോ തരംഗങ്ങളോ സ്പന്ദനങ്ങളോ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കഴിയണത്. അതിൽ ഭൂമിയിലുള്ള മനുഷ്യൻ റോക്കറ്റ് വിസർജിക്കുന്നു, ജെറ്റ് പറപ്പിക്കുന്നു, കപ്പൽ ഓടിക്കുന്നു, വാഹനങ്ങൾ ഓടിക്കുന്നു ഭൂമിയിൽ. ഇങ്ങനെ പലതും ഉണ്ടെങ്കിലും ഈ 4 ഭൂതങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു വിധത്തിലുള്ള ബാധ ഈ ആകാശത്തിനുണ്ടോ? ഉണ്ടോ? ആകാശത്തിനുണ്ടോ എന്നാ ചോദിക്കണം ഞാൻ. വി ക്യാൻ പൊല്യൂട്ട് ദി എർത്ത്, വി ക്യാൻ പൊല്യൂട്ട് വാട്ടർ, വി ക്യാൻ ഓൾസോ പൊല്യൂട്ട് എയർ. ബട്ട് ക്യാൻ യു പൊല്യൂട്ട് ദ തിങ്സ് ബിയോണ്ട് ദം?
ഭൂമിയെ നമുക്ക് കുഴിക്കാം. ആ കുഴിച്ചങ്ങോട്ട് നിർത്തിയാൽ മതിലിടിയാതെ അവിടെ നിൽക്കും. വെള്ളത്തിനെ കുഴിക്കാൻ പറ്റുമോ? വായുവിനെ കുഴിക്കാൻ പറ്റുമോ? പിളർക്കാൻ പറ്റുമോ? ആകാശത്തിനെയോ? നല്ലോണം ആലോചിച്ച് പറയൂ. ഈ ആകാശത്തെ പോലും പ്രതിഫലിപ്പിക്കുന്നതാണ് നമ്മുടെ മനസ്സ്. ഭൂമിയെ ആരാ കാണുന്നത്? എവിടെയാ നിങ്ങൾ അനുഭവിക്കുന്നത്? മനസ്സിൽ. വെള്ളത്തിനെയും വായുവിനെയും ആകാശത്തെയും ഒക്കെ അനുഭവിക്കുന്നത് മനസ്സിലാണ്. അപ്പം ഈ ആകാശകോശത്തിൽ വിരിഞ്ഞ് ഊഞ്ഞാലാടുന്ന ഗോളങ്ങൾ, ആ ഗോളങ്ങളിൽ നിന്ന് സ്ഫുരിക്കുന്നതായ പലവിധ കിരണങ്ങൾ, ശക്തികൾ, ആഘാതങ്ങൾ, പ്രത്യാഘാതങ്ങൾ, ഇതൊന്നും ആകാശത്തിനെ തീരെ ബാധിക്കില്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ എന്തിനാണ് മനസ്സിൽ നിന്ന് വിരിയുന്ന ആഘാതങ്ങളും പ്രത്യാഘാതങ്ങളും ബാധിക്കുന്നത്? സ്വാമിജിയുടെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു മിന്നൽ ആ മിന്നൽ അങ്ങോട്ട് കണ്ണാടിയിൽ പ്രതിബിംബിക്കണു. പ്രതിബിംബിച്ചത് കൊണ്ട് കണ്ണാടി കരിഞ്ഞു പോവോ? അതുമാതിരി ഈ ലോകത്തിലുള്ള എന്ത് കാഴ്ചയും എന്ത് അനുഭവം എൻ്റെ ചിതാകാശത്തിലാണ് ഞാൻ അനുഭവിക്കുന്നത്, ഹൃത് കോശത്തിലാണ് ഞാൻ അനുഭവിക്കുന്നത്. ആ ഹൃത് കോശത്തിൽ അവിടെ വിരിയുന്ന എന്തുകൊണ്ടും എനിക്ക് ബാധയുണ്ടാകുമോ? ഭൂമിയിൽ ബാധയുണ്ടാവാം, വെള്ളത്തിലും വായുവിലും ഉണ്ടാകാം, ആകാശത്തിലുണ്ടാവില്ല. ആകാശകോശ പരിജൃംഭിത ഭൂതഭാവാ നാകാശതത്വമണുമാത്രമധിക്രമന്തേ ഹൃത്കോശജന്യ ഭവഭാവ വികൽപ്പജാലം ഹൃന്മാത്രരൂപമണുമാത്രം അതിക്രമേത് കിം. ഞാൻ സംസ്കൃതത്തിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആത്മാനുഭൂതി എന്നാണ് അതിന് പേര്. ആത്മാനുഭവം എന്നാണ്. ഒരു 132 ശ്ലോകങ്ങളുണ്ട്. അത് ഞാൻ എഴുതിയത് കൊണ്ട് ഞാനത് പഠിച്ച് കാണാപ്പാഠം പഠിച്ച് വെച്ചിട്ടില്ല, എനിക്കൊന്നും അറിയില്ല. അപ്പം അതിലെഴുതിയിട്ടുള്ള ഒരു ശ്ലോകമാണത്. ആത്മാനുഭൂതി ചിത്തഭേദ പ്രകരണം എന്നുള്ളതിലാണ് ഈ ശ്ലോകം. ആകാശകോശ പരിജൃംഭിത ഭൂതഭാവാ. ആകാശകോശത്തിൽ പരിജൃംഭണം ചെയ്യുന്നതായ ഭൂതങ്ങളെല്ലാം ഉണ്ടല്ലോ. ആ ഭൂതങ്ങളിൽ വരുന്ന പ്രക്രിയകളും പരിണാമങ്ങളും വികാരങ്ങളും എല്ലാം തന്നെ നാകാശതത്വമണുമാത്രം അതിക്രമന്തേ. ആകാശം എന്ന് പറയുന്ന തത്വമുണ്ടല്ലോ, ആ തത്വത്തെ ഈ ഗോളങ്ങളിൽ നടക്കുന്ന ചലനങ്ങളോ പ്രതിചലനങ്ങളോ എല്ലാം തെല്ലോളം ഈ ആകാശത്തെ ഏതെങ്കിലും തരത്തിൽ കവച്ചു വയ്ക്കുകയെ ആക്രമിക്കുകയെ അതിക്രമിക്കുകയെ ചെയ്യുന്നുണ്ടോ? അതുപോലെ ഹൃത്കോശജന്യ ഭവഭാവ വികൽപ്പജാലം. ഈ ഹൃദയം എന്ന് പറയുന്ന കോശം അത് ഈ ആകാശത്തേക്കാൾ വലുതോ ചെറുതോ? ഈ ആകാശത്തിനെ കാണുമ്പോൾ കണ്ടിടത്തോളം ആകാശത്തെ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ മനസ്സും അതുപോലെ വികസിച്ചാലല്ലേ അനുഭവിക്കാൻ പറ്റുള്ളൂ. അനുഭവം മനസ്സിലല്ലേ. അപ്പം ആ ഹൃത്കോശം എന്ന് പറയുന്നത് ആകാശത്തേക്കാൾ വലുപ്പമാണ്. ആ ഹൃത്കോശത്തിലാണ് ഹൃത്കോശജന്യ ഭവഭാവ വികൽപ്പജാലം. ആ ഹൃത്കോശത്തിൽ ഈ ലോകത്തെ സംബന്ധിച്ച് ഉണ്ടാവുന്നതായ പല വിധത്തിലുള്ള വികല്പങ്ങളും വികാരങ്ങളും എല്ലാം തന്നെ ഹൃന്മാത്ര രൂപം അണുമാത്രം അതിക്രമേത് കിം. നമ്മുടെ ഹൃത് എന്ന് പറയുന്ന ആ ഹൃത്തിനെ അണുമാത്രം പോലും അത് അതിക്രമിക്കുമോ, ബാധിക്കുമോ? ഒരു ചിന്ത വന്നാൽ നിങ്ങൾ പറയുക, അയ്യോ എൻ്റെ മനസ്സ് ചിന്തിച്ചു, പിന്നെ മനസ്സല്ലാതെ എന്തു ചെയ്യും? മനസ്സ് ചിന്തിക്കാനുള്ളതാണ്, ചിന്തിക്കട്ടെ. അതിലുള്ള ഒരു ചിന്ത കൊണ്ടും മനസ്സിന് സ്വല്പമെങ്കിലും ബാധയില്ല. എങ്ങനെയാണോ ബാക്കിയുള്ള 4 ഭൂതങ്ങളെ കൊണ്ട് ആകാശത്തിന് സ്വല്പവും ബാധയില്ലാത്തത്, അതുപോലെ ഹൃത്കോശത്തിൽ നിന്ന് വിരിയുന്ന എന്ത് ചിന്തയും എന്ത് വികാരവും എന്ത് ഭാവവും എന്ത് ആലോചനയും എന്ത് ബോധവും ഹൃത്തിനെ മാത്രം ബാധിക്കില്ല. ആകാശത്തേക്കാൾ സൂക്ഷ്മമായിട്ടുള്ളതാണ്, സൂക്ഷ്മമായിട്ടുള്ളതാ. കത്തിജ്വലിക്കുന്ന തീ കണ്ണാടിയിൽ പ്രതിബിംബിച്ചു. ആ പ്രതിബിംബം കൊണ്ട് കണ്ണാടി കത്തുവോ? ഹേയ് ഐ അതെങ്ങനെയത്? കത്തണ്ടേ? കത്തിജ്വലിക്കുന്ന തീനെ കാണിച്ചു തരുന്ന കണ്ണാടിയുടെ ഉള്ളിൽ ആ പ്രതിബിംബം നോക്കൂ. 5 അടി ദൂരത്താണ് തീ കത്തണത്, കണ്ണാടി ഇവിടെ വച്ചു. അപ്പം 5 അടി ദൂരത്തിലല്ലേ പ്രതിബിംബം ഉണ്ടാവുക? അപ്പം ആ പ്രതിബിംബമുള്ള സ്ഥലത്ത് കൂടി നിങ്ങൾ അതിലേ കടന്നു പോകും. അപ്പം നിങ്ങൾക്ക് പൊള്ളുമോ? മനസ്സിലായില്ലേ പറയണത്? കണ്ണാടി ഇവിടെ വച്ചു, 5 അടി ദൂരത്തിൽ കത്തുന്നു. അപ്പം 5 അടി ദൂരത്തിലാണല്ലോ പ്രതിബിംബം.
നിങ്ങൾ അതിലെങ്ങനെ കടന്നു പോവുക? അപ്പം നിങ്ങൾക്ക് തീപ്പൊള്ളോ? പിന്നെ എന്തിനാ ഇവിടെ? എന്ത് വിഡ്ഢിത്താന്ന് നോക്കൂ. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളാരും ഉണ്ടാക്കിയതല്ല, ചിത്കോശമാണത്. ആ ചിത്കോശത്തിലോ ചിതാകാശത്തിലോ എന്ത് തന്നെ വിരിഞ്ഞാലും എന്ത് തന്നെ നടന്നാലും ആ ചിതാകാശത്തിന് ഒരു കോട്ടവുമില്ല എന്ന് നല്ലപോലെ മനസ്സിലാക്കണം, നല്ലപോലെ മനസ്സിലാക്കണം. യഥാ സർവഗതം സൗക്ഷ്മ്യാത് ആകാശം നോപലിപ്യതേ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാ നോപലിപ്യതേ. അവധൂതൻ മാത്രമല്ല, കൃഷ്ണൻ മുമ്പ് ഗീതയിലും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. യഥാ സർവഗതം സൗക്ഷ്മ്യാത് ആകാശം നോപലിപ്യതേ. എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കുന്ന ആകാശം സൗക്ഷ്മ്യാത് സൂക്ഷ്മത്വം കാരണം സ്വല്പമെങ്കിലും ലേപനം അതിന് വരുന്നില്ലയോ, അതുമാതിരി നമ്മുടെ ആത്മാവിനും ദേഹത്തിൽ മുഴുവൻ സ്ഥിതി ചെയ്യുന്ന ആത്മാവിന് ഒരു തരത്തിലുള്ള ലേപനവുമില്ല. യഥാ സർവഗതം സൗക്ഷ്മ്യാത് ആകാശം നോപലിപ്യതേ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാ നോപലിപ്യതേ. ഇത് ആകാശത്തിൽ നിന്ന് പഠിച്ചതാ. ഇങ്ങനെ 24 സോഴ്സസിൽ നിന്നാണ് പഠിപ്പ്. ഇനി ബാക്കിയുള്ളത് ഓരോന്നോരോന്നായിട്ട് സാധിക്കുന്നിടത്തോളം ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയാം. ഞാനിതൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്കിത് ഗുണപ്രദമാവുന്നുണ്ടോ? എല്ലാവരും പറയണു മുക്തിസുധാകരം വളരെ കേമാവുന്നുണ്ടെന്ന്. അപ്പം ഞാൻ പറയും, ഞാൻ ഇത്ര നാളും പറഞ്ഞതുപോലെ ഇനി കൃഷ്ണൻ ഉദ്ധവന് കൊടുക്കുന്ന അന്തിമോപദേശം വളരെ ദാർശനികമാണ്, വളരെ മൂല്യപ്രധാനമാണ്. അത് പറയുമ്പോഴും നിങ്ങളെല്ലാവരും കേൾക്കുമോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. സ്വാമിജി കേൾക്കും. ചിലർ പറയണു, സ്വാമിജി ഇത്രയധികം 200 ചില്ലാനം എപ്പിസോഡ് പറഞ്ഞ് പ്രേക്ഷകരെ ശട്ടം കെട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി കേൾക്കാൻ വിഷമം വരില്ല, ഞങ്ങളൊക്കെ അതിന് തയ്യാറെടുത്തിട്ടുണ്ടെന്ന് പറയുന്നവരും ഉണ്ട്. എന്തായാലും ഇങ്ങനെയുള്ളതൊക്കെയാണ് ശ്രീകൃഷ്ണൻ്റെ ഉപദേശം. തേജോപന്നമയൈർഭാവൈഃ മേഘാദ്യൈർവായുനേരിതൈഃ ന സ്പൃശ്യതേ നഭസ്തദ്വത് കാലസൃഷ്ടൈർഗുണഃ പുമാൻ. നഭസ് എങ്ങനെയാണോ മേഘം മുതലായിട്ടുള്ള ഗുണവിശേഷങ്ങൾ കൊണ്ട് പ്രക്രിയകൾ കൊണ്ട് സ്വല്പമെങ്കിലും ബാധയില്ലാതെ ഇരിക്കുന്നത്, ആ ബാധയില്ലാത്തതുപോലെ ഞാനും അതുപോലെ ആയിരിക്കുകയാണ് എൻ്റെ മനസ്സും. അവധൂതൻ പറയുകയാണ് മഹാരാജാവിനോട്. മഹാരാജാവിനോടാണിത് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം, എത്രത്തോളം അദ്ദേഹത്തിന് ആവശ്യമുണ്ട് എന്നുള്ളത്. തൽക്കാലം നമുക്ക് നിർത്താം. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠകലനാരഹിതഃ ക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരിഹി ഓം ഹരിഹി. എല്ലാവരും കണ്ണടച്ച് സമാപനം ഓംകാരം ജപിക്കാം. എല്ലാവരും ഓ ഹരിഹി ഓം തത്സത്. ജയ.